നാർസിസ്റ്റിക് ട്രേറ്റ്സ് എങ്ങനെ കുട്ടികളുണ്ടാവും എന്നുള്ളത് പഠിക്കണം. അതിന് സൊല്യൂഷനും പഠിക്കണം. അതിനി എത്ര വലുതായാലും ചെറുതായാലും സൊല്യൂഷനും നമ്മൾ ഇപ്പോൾ ഒരാൾ പറയും എനിക്ക് നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി, ചെല്ലിപ്പം എന്നോട് പറയാറുണ്ട്, തിരുമേനിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി, തിരുമേനി എനിക്ക് ഇത് കറക്റ്റ് ചെയ്യണം, അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് ബാധ കൊണ്ടും ഉണ്ടാവാറുണ്ട്. ബാധ കൊണ്ടുള്ളത് ബാധ മാറ്റുമ്പോൾ അത് മാറും. ഉറപ്പായിട്ടും ബാധയുള്ളവർക്ക് ഇതുണ്ട്, എല്ലാവർക്കും. ബാധയുള്ളപ്പോൾ നാർസിസ്റ്റിക് ട്രേറ്റ്സാണ് ഉണ്ടാവുന്നത്. ബാധയുള്ളവർക്ക് എല്ലാവർക്കും ആ സാധനമുണ്ട്. കാരണം അവരുടെ കാര്യം മാത്രമേ ആലോചിക്കത്തുള്ളൂ, മറ്റുള്ളവരുടെ ക്രൂക്കഡായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കും. ഇതൊക്കെയാണ് NPD ട്രേറ്റ്സ്. ഇത് ബാധയുള്ളവർക്കുള്ളതാണ്. അതെ, അതെന്താ കാര്യം എന്താണെന്നില്ലേ? എന്തിനാണ് ഇവളോട് ഇത്രയും ശത്രുത വരാൻ? ആരെങ്കിലും പറഞ്ഞിട്ട് വന്ന് കയറിയതാണോ? ആരെങ്കിലും വിട്ടതാണോ? ആരാ വിട്ടതാ അല്ലേ? ഇവളെ ഉപദ്രവിച്ചിട്ട് എല്ലാം പറഞ്ഞു. എവിടുന്നാ ഇറങ്ങി വന്നത്? അത് അറിയത്തില്ല. അത്രേ ഉള്ളൂ. ആണോ? നമ്മളാണോ ലോകത്തെല്ലാം തീരുമാനിക്കുന്നത്? ദൈവങ്ങളൊന്നും അല്ലയോ? നമ്മളാണോ ദൈവം? അല്ല. വലിയ ആൾക്കാരാവുന്ന പ്രശ്നമാണ്. അഹങ്കാരം. അഹങ്കാരം ഉണ്ട് അല്ലേ? അങ്ങനെ വലിയ ആൾക്കാരാവണ്ടല്ലോ. അവർക്ക് അഹങ്കാരം ഉണ്ട് അല്ലേ? അവർക്ക് അഹങ്കാരമൊന്നുമല്ല, ഓലങ്ങനെ നന്നാവണ്ട. അതന്നെ ഇവള് പഠിച്ച് നന്നായി ഓല് നന്നാവുമല്ലോ. അപ്പോ ഓല് നന്നാവൂലേ? ഞാൻ സമ്മതിക്കോ? എന്ത് സമ്മതിക്കാത്ത? എന്നോട് പറഞ്ഞ് ഈ വല്ലവരൊക്കെ പറഞ്ഞു കേട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതി ആളുകളെ ഉപദ്രവിച്ചോണ്ട്. മോക്ഷം വേണ്ടായോ? അടുത്ത ജന്മത്തിലോട്ടോ സ്വന്തമായിട്ടൊരു ശരീരം, നല്ലൊരു ശരീരം ഇവളെ മുടക്കിയത് അടുത്ത മാത്രമല്ലോ ശരീരത്തിൽ നിന്ന് ഉപദ്രവിച്ചോണ്ടിരിക്കല്ലേ പല രീതിയിൽ. അതാണ് ഇവള് നന്നായാല് ഓരോ വീട്ടുകാരൊന്നും നന്നാവും. അങ്ങനെ നന്നാവണ്ട. അവിടെ അങ്ങനെ നന്നായിരിക്കണ്ട. വേറെ പോയിക്കോട്ടെ, വീട് വിറ്റ് പോയിക്കോട്ടെ. എന്തിനാ അവിടെ നിന്ന് നന്നാവുന്നത്? വേറെ പോയി നന്നാവാനോ? അവിടെ നിക്കണ്ട, ആ ആൾക്കാരുടെ ഇടയിൽ നിക്കണ്ട. അവരൊക്കെ ശത്രുക്കളാണ്. അവരൊക്കെ ശത്രുക്കളാണ്. അവർക്കൊന്നും ഇഷ്ടല്ല. എല്ലാവർക്കും ദേഷ്യാണ്. അച്ഛനോടും അമ്മനോടാ ദേഷ്യം കേട്ടോ. ഇത് എപ്പോഴാ കേറിയത്? കൊറേ ആയി. എത്ര വർഷമായി? കൊറേ ആയി. ഇവളെ കല്യാണവും ഞാൻ മുടക്കി. കൊച്ചിലെ കേറിയതാണോ? അവള് നല്ല പഠിക്കുന്ന കുട്ടിയാണ്. എത്ര വയസ്സുള്ളപ്പോഴാ കേറിയത്? ഇവള് ചെറിയ കുട്ടി നമ്മളെ കേറിക്കണ്, ഇവള് അറിഞ്ഞില്ല. ആണോ? കൊച്ചു കുഞ്ഞായിരുന്നപ്പോ? എത്ര? ചെറിയ കുട്ടിയാകുമ്പോ കളിച്ചു നടക്കുമ്പോ. 4ാം ക്ലാസ്, 1ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. 6, 7? അല്ല, അതിന്റെ മുന്നേ 5ാം ക്ലാസ്സിലൊക്കെ വെച്ച് കയറി. അല്ല, 4ലൊക്കെ എത്തുമ്പോ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവക്ക് ഞാനൊരു പനിയൊക്കെ കൊടുത്തിനു. അന്ന് ഞാൻ നോക്കിയതാണ്. കൊല്ലാൻ നോക്കിയാണ്? കൊല്ലാൻ നോക്കിയോ? എന്തിലിട്ടതല്ല, എങ്ങനെ കൊല്ലാൻ നോക്കി? ഞാൻ കൊല്ലാൻ നോക്കിണ്ട്. എങ്ങനെ തെള്ളിയിട്ടോ? ഞാൻ എങ്ങനോ കൊല്ലാൻ നോക്കിണ്ട് ചെറുതാവുമ്പോ. പക്ഷെ ഇവള് രക്ഷപ്പെട്ട്. ഇവക്ക് ദൈവാനുഗ്രഹം കൂടുതലാണ്. ഇവിടെ അങ്ങനെ കൊല്ലാനൊന്നും കഴിയില്ല. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കൊറേ ശ്രമിച്ചതാ കൊല്ലാൻ. കൊറേ പ്രാവശ്യം ശ്രമിച്ച് ഇവളൊന്നിനും എങ്ങനെയൊക്കെയാ ശ്രമിച്ചേ? തെള്ളിയിട്ട് നോക്കിയോ? എവിടക്കോ ഞാൻ നോക്കിണ്ട്, എങ്ങനെങ്കിലൊക്കെ ഒന്ന് കൊന്നു കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഇവള് വരുന്നില്ല. ഇവള് വരൂല. ഇവക്ക് അത്ര ശക്തിയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഇവളെ ഇങ്ങനെ ഉപദ്രവിച്ചോണ്ട് നടക്കാത്ത? എന്തായാലും ഒന്നും നടക്കത്തില്ല. ഇല്ല, ഇവളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവളെ കൂടെ ആരൊക്കെയോ ഉണ്ട്. ഇവളെ ആൾക്കാരൊക്കെ ഇവളെ കൂടെയാണ്. ഇന്നൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ശരീരത്ത് ഇങ്ങനെ ഉപദ്രവിച്ചോണ്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചോണ്ട് നടന്നാൽ മതിയോ? നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ഓർമ്മയുണ്ടോ? എന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ കുട്ടീനോട് ആർക്കോ ദേഷ്യമൊക്കെ ഉണ്ട്. ഈ കുട്ടീനോട് നല്ല ദേഷ്യ. അങ്ങനെ അവര് കയറ്റി വിട്ടതാ അല്ലയോ? ചെറിയ കുട്ടിയാകുമ്പോഴേ അടിക്കാതെക്കാൻ വേണ്ടി ചെയ്തതാ. എന്തിനാ ഇനി ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത്രയും നാളും ഈ പാപം കിട്ടുകയല്ലേ, പിന്നെയും പിന്നെ അടുത്ത ജന്മം കിട്ടാനൊക്കെ താമസം വരും. ഈ പാപം ഇങ്ങനെ ചെയ്ത് കൂട്ടുക.
എന്നാ വിട്ടു പൊക്കൂടെ, ഒന്ന് പോയി കൊടുക്ക്. ശരിയാക്കി കാണും ഞാൻ പോയാലേ. ഏതാ? ആരോ എന്തെങ്കിലും ചെയ്യും ഞാൻ പുറത്തുവന്നാലേ. ഇല്ല പുറത്ത് വന്നാ ഒന്നും അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. അത് ബാധയുള്ളത് മാറും. പേരൻറ്റിങ്ങിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് വരുന്നത് മാറാൻ താമസമെടുക്കും. അത് ആ രീതിയിൽ മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. ഒരു നാർസിസിസ്റ്റ് ട്രേറ്റ്സ് ഒരു കുട്ടിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിനുള്ള പരിഹാരവും കിടക്കുന്നത്. അപ്പം ഇത് രണ്ടും ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഫുള്ള് ബാധയാണെന്നും പറയരുത്, ഇത് സ്വഭാവമാണെന്നും പറയരുത്. രണ്ടിനും റോളുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടെ വരാം. ബാധ മാറിക്കഴിയുമ്പോൾ ഹാഫ് ഓക്കെ, ബാക്കി ഹാഫ് ആ ഒരു സാധനം അവിടെ കിടക്കുക. അതും മനോമയ കോശത്തെ കറക്റ്റ് ചെയ്യണ്ട. മെൻ്റൽ വേൾഡിൽ പഞ്ചകോശത്തിൽ ഹീലിംഗ് ലെവലിലെ എനർജിയുള്ള പ്രാണമയ കോശത്തിൽ ഹീൽ ചെയ്ത് മാറ്റി ബാധ പോയി. മനോമയത്തിലും കൂടെ കറക്റ്റ് ചെയ്യണം. അപ്പം എങ്ങനെ ആയാലും ഇത് രണ്ടും വേണം നമുക്ക്. അപ്പോൾ എങ്ങനെ ഒരു കുട്ടി NPD ആകുന്നു എന്നുള്ളത് മനസ്സിലായെങ്കിലേ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ NPD ആവുന്നതെന്നറിയോ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനോടുള്ള അമിത സ്നേഹം അച്ഛനമ്മമാർക്ക് ഉണ്ടാകുമ്പോൾ ഈ കുട്ടിക്ക് ഒരു കണ്ണീരിനൊരു തുള്ളി കണ്ണീര് വീഴാൻ സമ്മതിക്കത്തില്ല, സഹിക്കത്തില്ല. നമ്മുടെ കുഞ്ഞിനൊരു ശകലം വിഷമം വന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള സ്നേഹമായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ട രീതിയിൽ, കുട്ടിയുടെ രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്, കുട്ടിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ കുട്ടി രാവിലെ ഇപ്പോൾ എണീക്കുന്നില്ല. അപ്പോൾ ഈ സത്യത്തിനകത്ത് ഭംഗം വരും. അവിടെയാണ് സ്പിരിച്വാലിറ്റി എൻ്ററാണ്. ട്രൂത്താണ് ഈശ്വരൻ, അല്ലേ? സത്യമാണ് ഈശ്വരൻ. നീ തന്നെ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നു. സത്യ പരിപാലനത്തിൽ, സത്യ ഉപാസനയിലൂടെ അറിവുണ്ടാകുന്നു. എനിക്ക് ഒരു വിഷമം തല്ലിയ വേദന എടുക്കുന്നോട്ടാണ് നിങ്ങൾക്കും ഇന്ന് മനസ്സിലാക്കുന്നതാണ് സത്യസന്ധത, അല്ലേ? ഈ സത്യസന്ധത കൈമോശം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടക്കുമെന്നുള്ളോട്ട് വരണേ അങ്ങനെയാണല്ലോ. അപ്പം സത്യം പരിപാലനം ഉള്ളവനാണ് നിങ്ങളുടെ വേദന മനസ്സിലാക്കി എനിക്ക് പിന്നീട് നിങ്ങൾ കർമ്മഫലം വരാത്ത രീതിയിൽ എനിക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. കർമ്മഫലമാണല്ലോ പ്രശ്നം. ഇപ്പോൾ കാര്യം വന്നാലും പിന്നെ കർമ്മഫലം ഉണ്ടാവും. അപ്പോൾ കർമ്മഫലം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ ആ കർമ്മഫലം നല്ലതാക്കണം എന്നാഗ്രഹമുള്ളവരാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. അവൻ സത്യം പാലിക്കുന്നത്. അപ്പോൾ സത്യം പാലിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകും, അറിവുണ്ടാകും, പ്രാണനെ അറിയും. എനർജി, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എങ്ങനെ നിങ്ങളിൽ നെഗറ്റീവ് അത് പ്രാണം വർക്ക് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ഇതെനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ സത്യം ഉള്ളപ്പോൾ ജ്ഞാനം ഉണ്ടാവും, ജ്ഞാനം ഉള്ളപ്പോൾ കർമ്മത്തിനെ നിയന്ത്രിക്കാൻ പറ്റും, കർമ്മഫലങ്ങളെ. അപ്പോൾ എന്തുണ്ടാവും? ആനന്ദം ഉണ്ടാവും. അതാണ് ഗുരുദേവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. നീ തന്നെ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞതിനകത്ത് ഇതെല്ലാം ഉണ്ട്. വലിയൊരു കാര്യം അത്. അപ്പോൾ ആ മനുഷ്യൻ ആലോചിച്ച് നോക്കണം, ഒരു വാക്കിലൊക്കെ ഒളിപ്പിച്ചിരിക്കുന്ന സംഭവം എന്താണ്? പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി മുഴുവൻ ഒരു 3 വാക്കിൽ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അറിവുണ്ടാക്കില്ലേ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്ന ടോപ്പിക്ക് ഈ സംഭവത്തിലാണ് ബ്രേക്ക് ഉണ്ടാവുന്നത്. അതായത് ഈ കുട്ടി വെളുപ്പിനെ ഒരു 8:30 ബസ് വരുന്നു, സ്കൂൾ ബസ് വരുന്നിരിക്കട്ടെ. അപ്പോൾ ഈ കുട്ടി രാവിലെ കിടന്നുറങ്ങും. മോനെ എണീക്ക്, മോനെ 10 മിനിറ്റ് കൂടെ തന്നെ. ശരി, 10 മിനിറ്റ്. മോനെ എണീക്ക്, ഒരു 10 മിനിറ്റ് കൂടെ. മോനെ എണീക്ക്, പിന്നെ ഒരു 10 മിനിറ്റ്. അവസാനം ഈ ബസ് പോകുന്നു. അപ്പോഴും തള്ള കറിയും. അവന് ഒരു വഴക്ക് പോലും പറയത്തില്ല. അവൻ്റെ കുറ്റമല്ല, അല്ല എൻ്റെ കുറ്റമാണ് പറയുന്നത്. നമ്മൾ പറയാം, നീ അവനൊന്ന് വഴക്ക് പറയുമ്പോൾ പറഞ്ഞാൽ ഞാൻ കറക്റ്റല്ല, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം ഇങ്ങനെയൊക്കെ പറയും. ഈ വേറെ ആരെങ്കിലും ഈ കൊച്ചിനെ പറഞ്ഞ് സമ്മതിക്കത്തില്ല. അച്ഛൻ വഴക്ക് പറയാൻ എന്ത് പറയും? നിങ്ങൾ എന്താ വഴക്ക് പറഞ്ഞേ? കൊച്ചിന് എന്തിനാ വഴക്ക് പറഞ്ഞേ? കൊച്ചിന് ട്രോമ ആവത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ?
ദേഷ്യപ്പെട്ട് എണീക്കണമെന്ന് പറഞ്ഞാൽ ട്രോമയാവത്തില്ലേ? നിങ്ങളിങ്ങനെ പറഞ്ഞോ? വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ട്രൂത്ത് പഠിപ്പിക്കുന്നില്ല. കൊച്ചിൻ്റെ ഭാഗത്തുനിന്നാണ് ചിന്തിക്കുന്നത്. ട്യൂഷന് പോകാൻ വയ്യ, ഞാൻ അരമണിക്കൂർ മൊബൈൽ കാണും, എനിക്കത് കാണണം. ഓക്കെ, അരമണിക്കൂർ കണ്ടു. അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു തരണം. അരമണിക്കൂർ ആകുമ്പോൾ ചോദിക്കാൻ പറയും 10 മിനിറ്റ് കൂടെ. പിന്നെയും ചോദിക്കും പറയും ഞാൻ 10 മിനിറ്റ് കൂടെ. പിന്നെയും ചോദിക്കുമ്പോൾ 10 മിനിറ്റ്. ഇതിങ്ങനെ വന്നിട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് വഴക്കായി പ്രശ്നമായി. അവസാനം നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കുറച്ച് വാങ്ങിച്ച് കൊണ്ടുപോകുമ്പോൾ 3 മണിക്ക് പോകേണ്ട ട്യൂഷന് ചെല്ലുന്നത് 3:45. അത് പിന്നെ 4 പിന്നെ 4:15, പിന്നെ 4:30. അവസാനം ട്യൂഷന് 2.5 മണിക്കൂർ ഇരിക്കേണ്ട ട്യൂഷൻ ഈ കുട്ടി ഇരിക്കുന്ന 1 മണിക്കൂറാണ്. തിരിച്ചു വരും. എന്തിനാ ഓടി? മൊബൈൽ കളിക്കാനാണ്. തിരിച്ചു വരുമ്പോൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അപ്പോൾ ഇവന് ബോറടിക്കുന്നു, ഇവൻ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കും. പക്ഷേ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്യും മൊബൈൽ ഒരുപാട് കണ്ണിന് പ്രശ്നം വരും, അത് വരും ഇത് വരും എന്നൊക്കെ പറയുകയും ചെയ്ത് തെറ്റാണെന്നുണ്ട്. പക്ഷെ കൊടുക്കാതിരിക്കാൻ വയ്യ, കൊടുത്തേ പറ്റൂ. ഇല്ല ഇവൻ വഴക്കുണ്ടാക്കും, ഇവൻ കരയും. ഇവൻ ഈ സംഭവം പഠിച്ചു. ഈ രക്ഷകർത്താക്കളെ എങ്ങനെ വരച്ച വരെ നിർത്താൻ ഈ കുട്ടി പഠിക്കുകയാണ്. അവിടെ നിന്നാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവനോട് പറയുന്നു മുട്ടായി കടയിൽ പോയാൽ മുട്ടായി തരത്തില്ല, മുട്ടായി തരാനാണ് എൻ്റെ കൂടെ വണ്ടിയെ കയറണ്ട. ഇല്ല, ഞാൻ മുട്ടായി ചോദിക്കത്തില്ല. ഉറപ്പാണ്. കട ചെല്ലുമ്പോൾ നേരെ അകത്ത് നിന്നിട്ട് മുട്ടായി ഇങ്ങനെ എടുക്കുക. സ്വാതന്ത്ര്യമുള്ള കടയാണെങ്കിൽ ആ കടക്കാരൻ പറഞ്ഞ വിറ്റ് വന്നാൽ അവനും സപ്പോർട്ടീവ് ആകും. മിണ്ടാൻ പറ്റുമോ? അവൻ ഗെയിം പഠിക്കുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. അവിടെ മറ്റൊരാളെ അവന് പരിഗണനയില്ല. ഇവൻ്റെ കാര്യങ്ങൾ നടന്നിരിക്കണം. 10-36 കൊല്ലവേടാ ബെൻസേ ഞാൻ പോലീസിൽ. അറിയാവുന്നതും അറിയാത്തതുമായി ഒരുപാട് വൃത്തികേടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുകയാണ് അവൻ, മാനിപ്പുലേഷൻ പഠിക്കുന്നു ആ കാര്യങ്ങൾ. ഇത് അവിടെ മറ്റുള്ളവരുടെ എല്ലാവരെയും ടൂളുകളായി കാണാൻ പഠിക്കുകയാണ്. ഇവരെല്ലാം എൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള ടൂളാണ്. അവർ ഇമോഷണൽ ഗെയിം നടത്തും. ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കും. ഈ കുട്ടി കരഞ്ഞിട്ടാണ്, അല്ലാതെ വേറെ രീതിയിൽ ചിലർത്ത് ഇവനിത് പഠിക്കും കൃത്യമായിട്ട്. ആളുകളുടെ സൈക്കോളജി പഠിക്കുക. ഇയാളോട് കരഞ്ഞാൽ പറ്റും, ഇയാളോട് ദേഷ്യപ്പെട്ടാൽ പറ്റും, അമ്മയുടെയൊക്കെ വഴക്കുണ്ടാക്കിയാൽ പറ്റും, ഒച്ചയെടുത്താൽ പറ്റും, അച്ഛനോട് കരഞ്ഞു കാണിച്ചാൽ പറ്റും. ഇത് ആളുകളെ കൃത്യമായി ആ കുരുട്ടുബുദ്ധിയെല്ലാം പഠിക്കും. നേരായ കാര്യങ്ങൾ, സത്യസന്ധത എന്നുള്ളത് ലെവലേശമില്ല, ട്രൂത്ത്ഫുൾനെസ് ഇല്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ദേവതകളില്ലാതെ വരും. ബാധകളാണ് പിന്നെ തീർന്നു. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇത് സ്ഥിരമായി എപ്പോഴും ബാധകളുണ്ടാവും. അപ്പം ഇത് രണ്ടും കൂടെ വരും. അപ്പോൾ ഇത് ഇവൻ്റെ പേഴ്സണാലിറ്റിയിലും ഡീപ്പ് ഇംപ്ലാന്റേഷൻ ലേൺ ചെയ്യണം. പ്രപഞ്ചത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചത്തെ മാനിപ്പുലേറ്റ് ചെയ്യണം, ആളുകൾ ഇത് ചെയ്യണം, ഇവൻ്റെ കാര്യങ്ങൾ നടത്തണം, എന്ത് രീതിയിൽ. അവർ സക്സസ് ആയിരിക്കും, പക്ഷെ അത് ഒരു കറക്റ്റ് സക്സസ് എന്ന് പറയാൻ പറ്റൂല. മനസ്സിലായി? ട്രൂത്ത്ഫുൾനെസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ലോങ് ലൈഫ് സക്സസ് എന്ന് പറയാൻ പറ്റത്തില്ല. ചില ബ്രാൻഡുകളൊക്കെ എളുപ്പം പൊട്ടിപ്പോകുന്നതാ. ആത്മഹത്യക്കേണ്ടി വന്നു. അത് ഞാൻ കുറ്റം പറയല്ല, മരിച്ചുപോയതിനെ കുറ്റം പറയല്ല, സ്വയം ആലോചിച്ച് നോക്കുക. പക്ഷെ ഇപ്പോഴും എത്ര വർഷമായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, സർവീസുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പം സർവീസ് കൊടുത്ത് ക്ലിയറായിട്ട് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുകളുണ്ട്. ചില ബ്രാൻഡുകൾ ഈ റിയൽ എസ്റ്റേറ്റ് അല്ല പറഞ്ഞത്, ചില ഉൽപ്പന്നങ്ങളിൽ തന്നെ ചില ഫോണുകളൊക്കെ വന്നിട്ട് പോകുന്നുണ്ടല്ലോ. ചില ബ്രാൻഡുകൾ ഒന്നും അല്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിൽക്കുന്ന ചില ബ്രാൻഡുകൾക്ക് ആ സർവീസ്, ആ ട്രൂത്ത്ഫുൾനെസ് ഉണ്ട്. അപ്പോൾ ട്രൂത്ത്ഫുൾനെസ്സും ട്രസ്റ്റും തമ്മിൽ ഒരുപാട്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള വാക്ക് ട്രസ്റ്റാണ്. ജനകോളുകളുടെ അസ്വസ്ഥ സ്ഥാപനം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ് ഏറ്റവും പ്രധാനം. അതാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് എന്ന് പറയുന്ന വിശ്വസ്തതയാണ്. സോണി കമ്പനിയുടെ പരസ്യവാചകം പണ്ട് ഇതായിരുന്നു, ഇറ്റ് ഈസ് എ സോണി. ഇതൊരു സോണിയാണ്. അത് മതി, അതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ എൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മലബാർ ഗോൾഡ് പോലെയാണ്. ബ്യൂട്ടി ഈസ് ക്വാളിറ്റി. അല്ലാതെ ജനകോടികൾ അക്ഷരമുള്ളത് പോലെ ആവരുത്. വിശ്വസ സ്ഥാപനം ജനകോടികൾ. അതാണ് ഇപ്പം എന്ത് പറയട്ടെ,
ആ ട്രൂത്ത്ഫുൾനെസ് അവിടെ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അവിടെ സക്സസ് ഉണ്ടെങ്കിൽ അത് പെർമനൻ്റ് അല്ല. പെർമനൻ്റിൽ ട്രൂത്ത്ഫുൾനെസ്സിൽ നിന്ന് വരുന്നതാണ്, സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്, മറ്റെൻ്റെ കൂട്ടാണ് അവനെന്നുള്ള മനസ്സിലാക്കൽ നിന്ന് വരുന്നതാണ്, കസ്റ്റമറെ മനസ്സിലാക്കിയത് ചെയ്യുമ്പോഴാണ്. അപ്പം അവിടെ ഒരു കുട്ടി ശരിക്കും പഠിക്കേണ്ട, അവൻ്റെ ജീവിത വിജയത്തിലേക്ക് വരാൻ ഒരു കുട്ടി പഠിക്കേണ്ട എന്താണ്, പഠിപ്പിക്കേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ട്രൂത്ത്ഫുൾ ആകണം. നല്ലൊരു മാതാപിതാക്കൾക്ക് നല്ലൊരു കുട്ടി ഉണ്ടാകത്തും, നല്ല പേരൻറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ട്രൂത്തിനെ ഉപാസിക്കുന്ന ആളാവണം ആദ്യം, നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ. എന്നിട്ട് ചില കാര്യങ്ങൾ ഈ കുട്ടി ഇങ്ങനെ പറയണം. അച്ഛന് ഭയങ്കര സ്നേഹമാവും, അമ്മയ്ക്കൊക്കെ, പക്ഷെ ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റാണ്. ഇങ്ങനെ പറയിക്കണം കുട്ടിയെ കൊണ്ട്, അത് ഫീൽ ചെയ്യണം. രാവിലെ എണീറ്റില്ലെങ്കിൽ അടി കൊടുക്കും. അടി കൊണ്ട് വളർന്ന ഒരു കുട്ടിയും ചീത്തയായിട്ടില്ല. കൊഞ്ചിച്ച് വളർത്തുന്ന കുട്ടികളാണ് ഈ നശിച്ചു പോകും. എന്നെ അച്ഛൻ ഒരുപാട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ ഒരു മാനുഷിക പരിഗണന കൊടുത്ത് സ്നേഹം കൊടുത്ത് വളർത്താം. വഴിയേറ്റി പോകും. എന്തുകൊണ്ട്? അവനെ ഏറ്റവും വൃത്തികെട്ടവനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊരാളെ പരിഗണിക്കുക. അടി കിട്ടുമ്പോൾ ഇല്ലയോ എന്തിനാണ് അടിച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വിഷമമല്ലേ, ഓ സോറി, ഇനി ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ള സാധനം വരുന്നത്. ഈ അരിയൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പെരുമാറാൻ പഠിക്കുക. ഈ കുട്ടി തോന്നിയവാസമാണ്. ഈ കുട്ടിയെ പേടിച്ചാണ് വീട്ടുകാരിരിക്കുന്നത് ഇപ്പൊ പലയിടത്തും. അവന്റെ ലോകമാണ്, അവൻ രാജാവാണ്. എന്ത് അവന് ഈ ഗെയിമെല്ലാം പഠിച്ച് അവനിങ്ങനെ മറ്റൊരാളെ അവനൊരു പരിഗണനയില്ല. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സക്സസ്സിൽ എങ്ങനെയാണ്? സക്സസ്സിൽ അടി കിട്ടിയിട്ടാണ് നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ പഠിക്കുന്നത്. ഇപ്പം പലരും എൻ്റെ വീഡിയോയുടെ അടി വന്നിട്ട് പറയും, തിരുമേനി സംസാരിക്കുമ്പോൾ രസമാണ്, തമാശയൊക്കെ പറഞ്ഞ് നല്ല രീതി, ചിലതൊക്കെ ഓർത്തോർത്ത് ചിരിക്കാറുണ്ട്, തിരുമേനി പറയുന്നത് നന്നായിട്ടാണ് പറയുന്നതെന്ന് പറയും. ഇതെങ്ങനെ ആയെന്നറിയാമോ? ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവത്തില്ല. പഴയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കാണും, ഭയങ്കര കട്ടിയാണ്. അപ്പം അടി വന്നിട്ട് എടാ മൈ, എടാ കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടി വന്ന് കമൻ്റ് ഇടും. ഇങ്ങനെയാണോ? ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്, സങ്കടം ഉണ്ടാവും. വേണോ ആൾക്കാരെ ഉദ്ധരിക്കാൻ പോലെ വേറെ പണിയൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കി പോരാ നിർത്ത്, നമുക്കൊരു വിഷമം വരും. അങ്ങനെയുള്ളത് ചില കാര്യങ്ങൾ ചില ആത്മഹത്യയൊക്കെ ചെയ്യുന്ന അന്നേരമാണ്. കാരണം പ്രപഞ്ചം എന്താ ഉത്തമം, നാട്ടുകാരെല്ലാം നമ്മളോട് ഇങ്ങനെ എന്ന് പറയുന്നത്, എല്ലാവരും നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്താണ്? ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ, ഈ അവസ്ഥ കടന്നു പോകാൻ പാടാം. അവിടെയാണ് ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വരുമെന്ന് പേടിച്ചിട്ടാണ് ഈ പേരൻ്റ് ഇതിനോട് ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷെ ഇത് വന്നെങ്കിലേ ഒരാൾ പഠിക്കത്തുള്ളൂ. ഒരു കുട്ടി ചെയ്യാത്ത കുറ്റത്തിന് അടി കിട്ടി ശീലമാവണം, നല്ലൊരാൾ നന്നാവത്തുള്ളൂ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ തെറി അടി വരുമ്പോൾ, എടാ താ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് പിന്നെ അന്നേരത്തെ ആ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അവൻ പറഞ്ഞ കാര്യമുണ്ടോ നോക്കും. ഇങ്ങനെ അവൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ അവനെ തൊഴണം. അവൻ പറഞ്ഞ സത്യമാണ്, 100%. അവനാണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ അവനതെങ്ങനെ ഫീൽ ചെയ്യുന്നു? അവൻ്റെ ബോധ നിലവാരം കുറഞ്ഞ ഒരുത്തന് ഈ സാധനം മനസ്സിലാവുന്നില്ല ഈ പറയുന്നത്. അപ്പൊ അവിടെ ശരി, അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? അടുത്ത പ്രാവശ്യം സംസാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തെറിയുടെ കട്ടി കുറഞ്ഞു വരുന്നുണ്ട്. എന്തോന്നാണോ ഇയാൾ ഇങ്ങനെയാണോ പറയുന്നത്, മറ്റേ താ പൂ കാണുന്നില്ല. അപ്പം മനസ്സിലായി കുറച്ചുകൂടെ ബെറ്ററായി. അങ്ങനെ പറഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് കൊല്ലം തിരുമേനി നന്നായിട്ടുണ്ട് എന്ന ആളുകൾ, നല്ല കമൻറ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആരോടാ? ഇപ്പം ഈ നല്ലതാന്ന് പറയുന്ന ആൾക്കാരോടാണോ? ആ താപ്പു പറഞ്ഞോണ്ടാണല്ലേ? അല്ലേ? അതാ തല്ലുകൊണ്ട് വളർന്ന ഒരു കുട്ടിയും ചീത്തയായിട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പം
പ്രപഞ്ചം. അപ്പോൾ പക്ഷേ ഇത് ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് തോന്നുന്നത് എന്താ, ഒരു തെറ്റും ചെയ്യാതെ ഈ പ്രപഞ്ചം എന്നെ ശിക്ഷിക്കുന്നു, ഒരു തെറ്റും ചെയ്യാതെ ആളുകൾ എന്നെ ഉപദ്രവിക്കുന്നു, ഒരു തെറ്റും ചെയ്യാതെ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നു, അല്ലെ കൂട്ടുകാർ ഒരു തെറ്റും ചെയ്യാതെ എന്നെ അവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആദ്യം തോന്നുന്നത് ഇങ്ങനെ തന്നെ എല്ലാവർക്കും. നമുക്ക് ഈശ്വരനും അല്ലെങ്കിൽ പ്രപഞ്ചവും സാധാരണ സാറും തമ്മിലുള്ള വ്യത്യാസം തരുമോ? സാധാരണ സാറ് നമ്മളെ കുറ്റം വേണം, ഇങ്ങനെ ആവശ്യം, ഇതല്ലേ തെറ്റ്, 2 2 4 5 ഇനി ശ്രദ്ധിക്കാത്തുണ്ട്, കൈ നീട്ട് ഒരടി. ഈശ്വരൻ അങ്ങനെയല്ലോ, ഒറ്റ അടിയും കടിക്കും. അപ്പം പറയും നീ വൃത്തിയുടെ കാണിച്ചുതരാ, ഇത് വൃത്തിയുടെയാണ്, പിന്നെ അത് നിനക്കെന്നല്ല, മറ്റവന് നിന്റെ ആവശ്യം അവൻ്റെ അനാവശ്യമാണ് എന്ന് പറയും. ഓ അത് ശരി, അപ്പം ഞാൻ ശ്രദ്ധിക്കാം. ഇങ്ങനെ അത് കിട്ടിയേ നമ്മൾ പഠിക്കത്തുള്ളൂ ജീവിതത്തിൽ. നമ്മുടെ കുട്ടി അങ്ങനെ പഠിക്കുന്നുണ്ടോ? അതിനനുവദിക്കുന്നുണ്ടോ? ഓ അവന് ട്രോമയാവും. കുറച്ചൊക്കെ ട്രോമയാവണം, ഒരുപാടാകുമ്പോഴാണ് ഈ പ്രശ്നം. ഹിറ്റ്ലറെ ഈ ബെൽറ്റ് വെച്ച് അച്ഛൻ അടിച്ച് ഇതാക്കിയോണ്ടാണ് അവൻ ലോകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ആളായിട്ട് മാറി. അപ്പോൾ സൈക്കോ ആയിരുന്നു. ഓവറാവരുത്, അധികമായാലും അമൃതും പ്രശ്നം എന്ന് പറയും. പക്ഷെ ഒട്ടും ഇല്ലെങ്കിലും പ്രശ്നമാണ്. നിങ്ങൾക്ക് വേദന എടുക്കൂല്ലോ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് പറ. ഞാൻ ബോധമില്ലാതെ നിങ്ങൾക്ക് അടി തന്നപ്പോൾ നിങ്ങൾ തിരിച്ചടിച്ചപ്പോഴാ, അങ്ങനെ ആദ്യമായിട്ട് അടി കിട്ടിയപ്പോഴാണ് ഇപ്പം എങ്ങനെയുണ്ട്, ഇതാണ് എനിക്കും ഉള്ളത്. ഓ അത് ശരി, മനസ്സിലാവുന്നുണ്ട്. ഇത് ഈ കുട്ടിക്ക് കിട്ടുന്നില്ല. ഓവർ പേരൻറ്റിങ് നിങ്ങൾ നോക്ക്, നെറ്റിനകത്തൊക്കെ ഞാനീ പറഞ്ഞ ഓപ്പോസിറ്റാണ് പേരൻറ്റിങ് പറയുന്നത്. കുട്ടിയെ പുന്നാരിച്ച് കൊഞ്ചിച്ച് നടക്കുന്ന പേരൻറ്റിങ് എന്നാണ് അവർ പറയുന്നത്. എന്ത് തോന്നിവാസം കാണിച്ചാലും അവനെ പുകഴ്ത്തി അവനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് പേരൻറ്റിങ് എന്നാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും. പക്ഷെ നോക്ക് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഒരു 5 മിനിറ്റിലും ഒരു പുരുഷനും 10 മിനിറ്റിലും സ്ത്രീയും ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ പണ്ട് ഇത്രയില്ല. എന്ത് നമ്മുടെ തലമുറയൊക്കെ അടി കിട്ടി ഇടി കിട്ടി ഒക്കെ പഠിച്ച് വന്നവരാണ്. ഇപ്പോഴോ അവൻ ഈ മൊബൈലിനകത്തതാണ് അവൻ്റെ ജീവിതം. അത് റിയാലിറ്റി അറിയില്ല. ഈ മൊബൈലിൽ കാണുന്ന ഈ മോട്ടിവേഷനൊക്കെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യാനോ അല്ലെ എന്തിനെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടി ഒരുപാട് വാങ്ങിക്കുമ്പോൾ താങ്ങാൻ പറ്റത്തില്ല, ആത്മഹത്യ ചെയ്യും. ഇതാ ശരിക്കുള്ള അനുഭവം. അടി കിട്ടുന്നില്ലല്ലോ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇല്ല ഇങ്ങനെ വരികയല്ലേ, പെട്ടെന്ന് വേണം. പണ്ടൊക്കെ നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നി, അവളോടൊരു റിപ്ലൈ ചോദിച്ച് അത് തിരിച്ച് കിട്ടാൻ എടുക്കുന്ന ടൈമുണ്ടല്ലോ, അപ്പം നമ്മുടെ മനസ്സിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു സമയം കൊണ്ട് ഇത് ഡൈജസ്റ്റ് ചെയ്ത് അവനില്ലെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇല്ലാന്ന് കഴിക്കുമ്പോൾ നമുക്ക് സഹിക്കും. ഇത് ആത്മഹത്യ ചെയ്ത് കാരണം അപ്പം പറഞ്ഞ അപ്പം മെസ്സേജ് ടിങ് ടിങ് വയ്യ ടീം തോന്നിയേക്കുക. ക്ഷമയില്ല. ക്ഷമയുള്ള എത്ര കുട്ടികളുണ്ട്? മൊബൈൽ ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന എത്ര വലിയവരുണ്ട്? വലിയവർക്കും കുട്ടികൾക്കും ആർക്കും ക്ഷമയില്ല. സെൻസറി എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. സെൻസറി ഇന്ദ്രിയങ്ങളിലൂടെയല്ല എനർജി കയറുന്നത്. കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി, ഇതിൽ ആകെ കാഴ്ചയ്ക്ക് മൊബൈൽ സ്ക്രീൻ മാത്രം, അത് മാത്രം, ബാക്കിയൊന്നും വർക്ക് ചെയ്യലാണ്. എനർജി കിട്ടുന്നില്ല. സങ്കല്പ ലോകത്താണ്. അപ്പം നമ്മൾ എനർജി ബ്രെയിൻ കത്തിച്ച് ഓക്സിജൻ കത്തിച്ച് തീർത്ത് എനർജി തീർന്നുകൊണ്ടിരിക്കുക. അത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി മരിച്ചുപോയി. നമ്മൾ അവിടെ കളിച്ച് എങ്ങനെ മരിക്കുന്നത്? 2-3 ദിവസം അടുപ്പിച്ച് വീഡിയോ ഗെയിം കളിച്ച് ചത്തുപോയി. ബ്രെയിൻ ഓക്സിജൻ കിട്ടുന്നില്ല. ഫുള്ള് സങ്കല്പ ലോകത്ത് ഓവർ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചാൽ നമുക്ക് എനർജിയാണ്, ഫുട്ബോൾ കളിച്ചാൽ എനർജിയാണ്. നേരെ തിരിച്ച് സെൻസറി എക്സ്പീരിയൻസ് ആക്റ്റീവ് ആവുന്നു, പ്രാണം കയറുന്നു, മറ്റേ പ്രാണം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീട്ടിൽ അത്ര സ്നേഹിച്ച് വളർത്തുന്ന ഒരു കുട്ടിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ പരിഗണന കിട്ടിക്കാണുന്നില്ല. ആ പരിഗണന അവിടെ കിട്ടാതെ വരുമ്പോൾ സ്കൂളുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല, ട്യൂഷനും അവിടെ കിട്ടത്തില്ല, അതുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. കളിക്കാൻ പോകും, അവിടെ യോജിക്കാൻ പറ്റത്തില്ല. പാട്ട് സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ഡ്രോയിങ്ങിന് പോകുന്നു, എന്തിനെങ്കിലും പോകുന്നു, അവിടെ ചോദിക്കാൻ പറ്റും. ഈ പരിഗണന എവിടെ നിന്ന് കിട്ടുന്നില്ല. ഇത് വലുതായി കല്യാണം കഴിച്ച് അവിടെ ചെന്നാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് ഈ പരിഗണന കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? പൊളിറ്റിക്സ്, മാനിപ്പുലേഷൻ, ഇരവാദം. ക്ലാസ് NBD ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, അറിയോ? ക്ലാസ് NBD ആണ്. പാവപ്പെട്ടവന് ഇത് നല്ലൊരു ഒരു എംപാത്തും കൂടെ ആണെങ്കിൽ തീർന്നു.
NPD+ എമ്പാതാണെങ്കിൽ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് അവൻ അവസാനം തൂങ്ങിച്ചാവും, അല്ല ഇവരെ കൊല്ലും. കാര്യത്തിലൊന്നും അവിടെ സംഭവിക്കും. കാരണം ഇല്ല, ആദ്യമാണെങ്കിൽ ആദ്യമേ ഇവർക്ക് പിരിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് അങ്ങേയറ്റം, കാരണം കർമ്മഫലം എന്നൊന്നുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരാളെ യൂസ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കർമ്മഫലമുണ്ട്. അത് ഇരട്ടിയായിട്ട് പിന്നെ വരും. അപ്പോൾ അത് കൂടുതൽ പ്രശ്നം. ഇത് സത്യസന്ധമായിട്ട് പോകുമ്പോൾ അത് കുഴപ്പമില്ല, അന്നേരത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ കുട്ടിയെ അന്നേരം കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല ഇതിങ്ങനെ വരുന്നത്. ഈ കുട്ടിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കുട്ടി പഠിക്കുന്ന ഇതാണ്, മാനിപ്പുലേഷനാണ് പഠിക്കുന്നത്. ട്രൂത്ത്ഫുൾനെസ് അല്ല, സ്നേഹമല്ല, മനസ്സിലാക്കലല്ല. അപ്പം ഈ കുട്ടിക്ക് പ്രപഞ്ചം വളരെ സ്ട്രിക്റ്റാണ്. നിന്റെ ഗെയിം ഒന്നും നടക്കില്ല, നിന്റെ മാനിപ്പുലേഷൻ ഒന്നും നടക്കില്ല. പ്രപഞ്ചത്തോടെന്നുള്ള വിദ്യാഭ്യാസം അവന് കിട്ടണ്ടേ. അവനെ കൊഞ്ചിച്ചോണ്ടിരുന്ന അത് പറ്റൂ. കൊഞ്ചിക്കണ്ട എന്നല്ല പറയും. ഉടനെ ഇതൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? അങ്ങനല്ല. തല്ലും തലോടലും. അവനോട് കൃത്യം 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എണീക്കണം, അല്ല 7 മണി എണീക്കണമെങ്കിൽ 7 മണിക്ക് എണീറ്റിരിക്കണം. 7:30 ആകുമ്പോൾ കുളി കഴിഞ്ഞിരിക്കണം. ടൈം അതിനുള്ളിൽ ഉമ്മ കൊഞ്ചിച്ചോ, തല്ലും തലോടലും കൊടുക്കണം. അവനെ ഈ നമ്മളീ പറയുന്ന ചീത്ത അടി ഈ കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ അടി മാത്രം കൊടുക്കുന്നു. അടി കൊടുത്തിട്ട് ഇപ്പുറത്ത് അവനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അവന് ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തു. ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ആ കുട്ടി വഷളാവത്തില്ല. അവന് ബോധം വരും എവിടെയാണ് ഇത്. ആദ്യം മനസ്സിലാവത്തില്ല. അടി കിട്ടുന്നു. മുമ്പ് ഇങ്ങനെ പറഞ്ഞു, മുമ്പ് ഭയങ്കര സ്നേഹം, പിന്നെ അടി കിട്ടുന്നു. പിന്നെ 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 കുറച്ച് കഴിയുമ്പോൾ ഇവന് ഈ റിതം മനസ്സിലാകുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്തത്. അത് ചെയ്താൽ മതി, കുഴപ്പമില്ല. അവിടെ ഗെയിം കളിക്കാൻ നിന്ന് അടി കിട്ടും. ഇവിടെ പക്ഷേ എനിക്ക് കുഴപ്പമില്ല, അവർക്കത് കുഴപ്പമില്ല. ഞാൻ അതിന് കുറച്ചൊക്കെ എൻ്റെ വർക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതല്ലേ ഒരു കുട്ടി പഠിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇത് പറഞ്ഞ് നമുക്ക് അടി കിട്ടും. അടിക്കാൻ കുട്ടികൾ ട്രോമ കൊടുക്കാണ്. നീ എന്തോട് സൈക്കോളജിസ്റ്റാണ്? ഇതാണ് പഴയ അവസ്ഥ നോക്ക്. പഴയ ആൾക്കാർ 90 കിഡ്സ് നോക്ക്. അപ്പോൾ കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ കാര്യങ്ങളൊക്കെ. പുതിയ പിള്ളേർ ഒരു ടാബ് കിട്ടിയില്ല കയറി എന്ന് തോന്നുന്നല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 90 കിട്ടും പ്രശ്നമാണ്. അല്ല അതിനപ്പുറം ഉള്ളവരാണെങ്കിൽ 80 ഒക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ 90 ആണ് ഒരുപാട് ആത്മഹത്യക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മുന്നുള്ളവർക്ക് ആത്മഹത്യ കുറവാണ്. നമ്മുടെ അച്ഛനൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് സാമ്പത്തികവും ഇല്ലാതെ അവർക്ക് എത്ര പ്രാവശ്യം തൂങ്ങിച്ചാവാൻ തോന്നിക്കാണ്. അവർ തൂങ്ങിച്ചാത്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, നമ്മളുണ്ടാകത്തില്ല. അപ്പൊ മുന്നുള്ളവർക്ക് ഇത്രയും പ്രശ്നമില്ല. ഇപ്പൊ ഒരുപാട് ട്രോമാസും ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക് അത്ര വീഡിയോ വെച്ച് കാണിക്കുന്നു, ലൈറ്റ് ഇട്ട് കാണിക്കുന്നു, വീഡിയോ വെച്ച് BMW എടുത്തു. ആകെ 5000 പേരിൽ 5 പേരാണ് ഈ കാണുന്നത്. അത് അവന് ജീവിതത്തിലുള്ള ആകെ ഒരു സന്തോഷം അവനെടുത്തിട്ട് കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കും എല്ലാവരും സുഖം, ഞാനൊക്കെ എന്തിനെങ്ങനെ ഇരിക്കുന്നത്, ഞാൻ എല്ലാവരും ഉണ്ട്. അവൻ വീഡിയോ വെച്ചു, അവൻ കാറ് വാങ്ങിച്ചു, ഞാനൊന്നുമല്ല. പുതിയൊരു തരം ഡിപ്രഷൻ വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഡിപ്രഷൻ. മനസ്സിലാവുന്നത്? അവൻ്റെ ഭാര്യ ഇന്നലെ പിണങ്ങി പോയി, അത് പറയൂ. എൻ്റെ ഭാര്യ പിണങ്ങി പോയി, ഇടുവത്തില്ല. അവൻ കാറ് വാങ്ങിച്ചു കിട്ടിയത് അതിടും. ഭാര്യയാണ് പോയെടുത്തില്ല. ഇതാണ് കരുതല്ല. ചത്തേക്കോ ചാവ നോക്കിയിരിക്കുക. എന്തെങ്കിലും കിട്ടുമോ? ചാവ എന്തെങ്കിലും കിട്ടുമോ? അത് ആൾക്കാർ നോക്കിയിരിക്കും. ഇതൊന്നും ആരും പരാമർശിക്കുന്നില്ലായിരുന്നു. ഈ മോട്ടിവേഷൻ മാത്രം നാഴികയ്ക്ക് 40 വട്ടം യൂട്യൂബിലും അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കൊടുത്ത് ആളുകളെ നശിപ്പിക്കുക. അവർക്ക് ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഒരു റിയാലിറ്റി, ആളുകൾക്ക് റിയാലിറ്റി വേണ്ട. പിന്നെ എങ്ങനെ ആളുകൾ പ്രശ്നം മാറില്ല? ഇങ്ങനെയുള്ളവരെ എവിടെ ചെന്നാലും ശ്രദ്ധിച്ചോണം. അവർ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി ജയിക്കേണ്ടതിന് പകരം ടീച്ചറെ കണ്ട് മണിയടിച്ച് അവർക്ക് വേണ്ട കൊടുത്തിട്ട് ജയിക്കുന്ന സ്ത്രീകളുണ്ട്. പുരുഷൻ ടീച്ചറാണെങ്കിൽ അയാളെ പോയി കണ്ട് മാർക്ക് വാങ്ങിക്കും, അയാൾക്ക് വേണ്ടത് കൊടുക്കും. എത്തിക്സോ അല്ലെ മറ്റേ നന്മയോ ഒന്നുമില്ല. മാർക്ക് കിട്ടുന്നുണ്ട്, അവർ സക്സസ് ആണ്. അവർ നോക്കുമ്പോൾ ഇത് നടക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പ്രശ്നം. ഇവർക്ക് മോട്ടിവേഷൻ ആവുക. പണി കിട്ടുന്ന എവിടെയറിയാമോ? റിയൽ ആയിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു വലിയ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യണം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നിടത്ത് വരുമ്പോഴത്തേക്ക് ഈ തിയറിയൊക്കെ വർക്ക് ചെയ്യണ്ടേ, ഇൻ്റഗ്രേഷനും മറ്റേ കുന്തവും കുറച്ചക്കറൊക്കെ അറിയണ്ടേ. ഒരു വലിയ കെട്ടിടത്തിൻ്റെ ദൂരം അളക്കണം, മേളിലോട്ടുള്ള ടേപ്പ് കൊണ്ട് അളക്കാൻ പറ്റും. വലിയൊരു ഫ്ലാറ്റ് അളക്കണമെങ്കിൽ അതിന് ഈ കണക്ക് വേണ്ടായോ?
ഈ ഹാമാനൊന്നും ഇവൻ അറിയത്തില്ല അവിടെ ചെന്ന്. അല്ല ഇവർക്ക് അറിയത്തില്ല. കാരണം ജയിച്ചു വന്ന എങ്ങനാ ഈ NBD ടാറ്റിക്സ് കാണിച്ചാണ് കയറി വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ അവിടെ അല്ല അവൻ ജെനുവിനായിട്ടുള്ള അവൻ കയറി ഷൈൻ ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാകും. എന്നിട്ട് അവനോട് കലിപ്പ്, അവനോട് അസൂയ, അവനെ ഇതിന് പുറത്താക്കണം, അതിനുള്ള ഗെയിം ഇപ്പുറത്ത് പുറത്താക്കും. സാരമില്ല, അവൻ വേറെ നല്ല ജോലിക്ക് ഇതിൽ നല്ല ജോലി അവന് കിട്ടും. ഇവനോ അവസാനം ഇതിന്റെ എല്ലാത്തിനും കൂടെ ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാകുമ്പോൾ ഇതെല്ലാം കൂടെ അടി വാങ്ങിക്കും, എടുത്ത് ഭയങ്കര ജയിലിലാവും ചിലപ്പോൾ ആരെങ്കിലും അടിയും ബഹളമായിട്ട്. അല്ലാതെ ശാശ്വത വിജയം ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ശരിക്കും അവിടെ ഒരാൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ട്രൂത്തിനെ ഉപാസിക്കുന്ന ആളാവണം. ഏത് ഘട്ടത്തിൽ വെച്ചിട്ടും ഒരാൾ തിരിച്ചറിയാൻ എനിക്ക് ബാധയുണ്ട്, അല്ലെങ്കിൽ NPD ഉണ്ട്, അല്ലെങ്കിൽ ബാധയിലൂടെ വന്ന NPD ഉണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യുക. മോശമായിട്ടൊന്നും വിചാരിക്കേണ്ട, പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക. ബാധ വരുന്ന ആരുടെയും കുറ്റമല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത് അക്സെപ്റ്റ് ചെയ്തിട്ട് ട്രൂത്ത് ഉപാസിക്കുക. സംസാരത്തിലും പ്രവൃത്തിയിലും ജെന്യുവിനിറ്റി, ട്രൂത്ത്ഫുൾനെസ്, സ്വയവും മറ്റുള്ളവരിൽ ട്രൂത്തിൽ ഉപാസിക്കുക. സത്യം. എൻ്റെ അച്ഛൻ എനിക്ക് തന്നെ ഏറ്റവും വലിയ ഉപദേശം, എൻ്റെ ഗുരു എൻ്റെ അച്ഛനാണ്. ആ ഒരു ഒറ്റ ഡയലോഗാണ് എന്നെ ഡെവലപ്പ് ചെയ്യിച്ചിട്ടുള്ളത്. പ്രതിസന്ധിയിൽ പിടിച്ചിരിക്കുന്നു ഒറ്റ ഡയലോഗാണ്. എടാ, തമാശയ്ക്ക് പോലും കള്ളം പറയരുത്. തമാശയ്ക്ക് കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ട്? ഞാനങ്ങനെ പറയാറില്ല. ഇനി എത്ര ആ കോമഡിക്ക് വേണ്ടി പറഞ്ഞാൽ ഒട്ടനെ ഞാൻ തിരുത്തി പറയും. എനിക്ക് പേടിയുള്ളതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ പറയും ഞാൻ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ, അങ്ങനെ ഒന്നല്ല, ട്രൂത്ത് ഇങ്ങനെയാണോ എന്ന് പറയും. പേടിയാകണ്ട. അപ്പം ഈ ട്രൂത്തിനനുസരിച്ച് പ്രാണൻ വർക്ക് ചെയ്യുന്നത്. ഈ പ്രാണൻ വികലമോ ട്രൂത്ത്ഫുൾനെസ് ഇല്ലെങ്കിൽ എന്നിട്ട് പ്രാണൻ തിരിച്ചടിക്കും. കർമ്മഫലം വരുന്ന പ്രാണനെ കൂടെ സംസാരത്തിൽ കൂടെ ആണ് കർമ്മം. ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ സംസാരിച്ചാൽ മതി ആ മെയിൻ ബിസിനസ്സുകാരൻ. അല്ല, അയാൾ പോയി പണിയുന്നില്ല. അപ്പം ഈ പ്രാണം തലേ കൂടെ വന്നിട്ടാണ് എനർജി മൂവ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതും യുദ്ധം ഉണ്ടാകുന്നത് വരെ. അപ്പം ഈ വാക്കുകളിലൂടെയാണ്. അപ്പം പ്രാണൻ ചിന്തകളാണ് വാക്കുകളാവുന്നത്. അപ്പം ചിന്തിക്കുന്നിടത്തു നിന്നാണ് സത്യസന്ധത തുടങ്ങുന്നത്. ആ സത്യസന്ധതയിൽ ഈ പ്രാണം തന്നെ അനുകൂലമാകുന്നത്. പ്രാണം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് മനസ്സിലാകും ജെനുവിനായിട്ട് എങ്ങനെ സക്സസ് ഉണ്ടാക്കാം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ വളഞ്ഞ വഴികളൊന്നും നോക്കാതെ ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കയറി പോകുന്ന കാണും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമുക്കിതിൻ്റെ ഒരു രസം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹാർഡ് വർക്കിനെ ആരാധിക്കുന്ന ആളായിട്ട് മാറും. സത്യത്തെ ആരാധിക്കുന്ന ആളായിട്ട് മാറി. സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ആളായിട്ട് മാറി. അത് കൂടി വന്ന് നല്ല സക്സസ് ഉണ്ടാവുന്ന, സ്പിരിച്വലിയും ഡെവലപ്പ് ചെയ്യുന്ന, എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്യും. നമ്മൾ ആരെയും നോക്കത്തില്ല. പക്ഷേ അപ്പോഴും മറ്റു വല്ലതും നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം, അവർ തകർന്നടിയുന്നുണ്ടാവാം, കയറുന്നുണ്ടാവാം, ഇറങ്ങുന്നുണ്ടാവാം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ ട്രാക്കിലൂടെ പോകുന്നു. NPD ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരാണ് വിഷയം, നമുക്ക് നമ്മളാണ് വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായി? നമുക്ക് നമ്മളാണ് വിഷയം. നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഡെവലപ്മെൻറ്റ് നമ്മുടെ മാത്രം എന്നില്ല, മറ്റുള്ളവരെ കൂടെ ഡെവലപ്പ് ചെയ്യിച്ചായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റുള്ളവരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചൊരിക്കും NPD ഉള്ള ആൾ. എന്നിട്ട് എങ്ങനെ സക്സസ് ഉണ്ടാക്കാം. അവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കയ്യിലാണ് നമ്മുടെ സക്സസ്. അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എനിക്ക് അത് കിട്ടുക. അവരെ സംബന്ധിച്ച് സക്സസ് എവിടെ? ഭീരുവായതുകൊണ്ടാണ്. ഭയം ഉണ്ടാവുക അവർക്ക് എപ്പോഴും ഈ നെർവസ് ആയിരിക്കും. അവർക്ക് ഭയങ്ങളാണ്. ആ ഭയത്തിനെ മറികടക്കാനാണ് ശരിക്കും ഈ NPD ഉള്ള ആൾ ഈ രീതിയിൽ എപ്പോഴും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും, അല്ലെ ഗെയിം കളിക്കുന്നു, വിക്ടിം പ്ലേ കളിക്കുന്നു. എപ്പോഴും വിക്ടിം ഹീറോ വില്ലൻ പ്ലേ കളിക്കും. ഇപ്പോൾ നമ്മൾ മൂന്നിരിക്കുക. ഞാനെപ്പോഴും നിങ്ങളുടെയൊക്കെ വന്നിട്ട് പറയുന്നു, പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ട് എൻ്റെ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞത് മോശമായില്ലേ? അപ്പം നിങ്ങളൊരു ഹീറോ ആക്കും നിങ്ങളെ. നിങ്ങൾ വില്ലയായി, ഞാൻ വ്യക്തിയമായി. അപ്പം നിങ്ങൾ ചാടി ഇറങ്ങി എന്നെ സേവ് ചെയ്യും. ഒരു ഹീറോ യോദ്ധാവിൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവും. ഈ കൊച്ചു കുരങ്ങനെ കൊണ്ട് ചുറു പായസം ചോറ് വാരിക്കുക എന്ന് പറയും. എന്താ വലിയ കുരങ്ങന്മാരെന്ത് ചെയ്യും? ചൂടുള്ള പായസം കൊച്ചു കുരങ്ങൻ്റെ കൈ എടുത്തിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞോട്ട് അപ്പം കൈ കൊള്ളത്തില്ല. മനസ്സിലായോ? അപ്പം നിങ്ങളെ ബന്ധം പോയി.
നിങ്ങൾക്ക് നമ്മളെ എതിർപ്പായി, നിങ്ങൾ ഇതിനകത്ത് വീണുപോയി, നിങ്ങൾ അറിയാതെ ഈ പ്ലേക്കകത്ത് നിങ്ങളായി. അപ്പോൾ നാളെ നിങ്ങളെ വില്ലനാക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഹീറോയാണ്. ചാടി വീഴും നിങ്ങളെ അവിടെ ശരിക്കും വില്ലനായി മാറുകയാണ്. ഇയാൾ വില്ലനാന്ന് പറയും. നിങ്ങൾ അറിഞ്ഞോ പുള്ളി എന്നോട് ഇങ്ങനെ പെരുമാറി, ശരിയാണോ, അത് കൊള്ളാവോ പുള്ളിക്ക് അങ്ങനെ ചെയ്യാം, ഒന്ന് ആലോചിച്ച് ഒന്ന് ചോദിച്ചു നോക്കി, ശരിയല്ലേ ഒന്ന് ഇത്ര മര്യാദ കേട്ട് കാണിക്കുന്നത് ശരിയാണോ, കാണുമ്പോൾ ചോദിച്ചു നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലൈയിങ് മങ്കീസായി മാറും നിങ്ങൾ. എങ്ങനെ ഫ്ലൈയിങ് മങ്കീസ് ആവുന്ന? നിങ്ങളറിയാതെ നിങ്ങൾ ഫ്ലൈയിങ് മങ്കി ആവുമോ? എങ്ങനെ കുരങ്ങന്മാർ വന്ന് ഇങ്ങനെ ഞോടത്തില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ. ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ വ്യക്തിയാണ്, നിങ്ങളുടെ ഭാര്യ NPD ആണ്, അല്ലെ ഭർത്താവ് NPD ആണ്, വന്നിട്ട് പറയാണ്, അതെ ശ്രീധര, എന്തോ ശ്രീധരൻ കുറച്ചുകൂടെ മാന്യമായിട്ട് ശ്രീധരൻ്റെ ഭാര്യയോട് പെരുമാറും കേട്ടോ. എന്തോ മനസ്സിലാവുന്നില്ല, ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രീധരൻ കുറച്ചുകൂടെ മാന്യമായിട്ട് സ്നേഹമായിട്ടും ഭാര്യയാണ്. അവരെന്ത് കഷ്ടപ്പെടുന്നു ആലോചിച്ച് നോക്കി. അപ്പോൾ മനസ്സിലാവുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ഇത് ചെയ്യും. ഈ മാനിപ്പുലേഷൻ മാസ്റ്ററാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മൾ ഒരാളുടെ കുറ്റം 1 മണിക്കൂർ സംസാരിച്ച് വെച്ചു. ഈ നിങ്ങളുടെ കുറ്റം ഞാൻ ഇയാളോട് പറഞ്ഞ് എല്ലാം പറഞ്ഞ് നിങ്ങളെ എൻ്റെ സൈഡാക്കി വെച്ചു. നിങ്ങൾ NPD ഉള്ളതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് 2 മിനിറ്റ് നിങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകും. നിങ്ങൾ വല്ല എന്നാ ഉദ്ദേശിച്ചു കുറച്ചുകൂടെ മാന്യമായിട്ട് പുള്ളിയോട് പറഞ്ഞു. മനസ്സിലാവുന്നത്. അപ്പം ഇതിനകത്തിൽ ശരിക്കും NPD എന്നല്ല, എല്ലാ പ്രശ്നങ്ങളും ട്രൂത്ത്ഫുൾനെസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശ്വരീയത നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ അത് മാറും. കാരണം എല്ലാവർക്കും ഈ ട്രേഡ്സ് ചെറിയ രീതിയിലുണ്ട്. ഈ ട്രേഡ്സ്, ബാധകൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലർക്കിത് ചില സമയത്ത് കൂടിപ്പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ NPD എന്ന് വിളിക്കുന്നുള്ളൂ. അല്ലാതെ അത് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഈ ബാധയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് കിടക്കുന്നുണ്ട്. ഇത്രയൊന്നും ആളുകൾക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മാറത്തില്ലെന്ന് പറയുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് നിസ്സാരമായിട്ട് ഇത് മാറ്റാൻ പറ്റും. നമ്മൾ സെൽഫ് അവെയർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എവിടെ ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട് ലേൺ ചെയ്ത എല്ലാം സൈക്കോളജി പറയുന്നത് എവറിത്തിങ് ഈസ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നൊക്കെ പറയും സൈക്കോളജിയിൽ. ഒരു പ്രത്യേക വാക്കാണ്. അപ്പം നമ്മൾ ഹെൽപ്ലെസ്നെസ് ലേൺ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ എന്നുള്ളത് ലേൺ ചെയ്യുക. മറ്റുള്ളവർക്ക് ചെയ്യുന്ന കണ്ട് അറിയാതെ വരുന്ന അതിനെ ഓവർകം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ലേൺ ചെയ്തിട്ടുള്ളതാണ്. ഇത് ലേൺ ചെയ്തതാണ്. ലേണിങ് എങ്ങനെ ഉണ്ടാവുന്നത്? ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചിട്ട് പട്ടിയുടെയൊക്കെ എക്സാമ്പിൾ എല്ലാം ബാക്കി വരുന്നു. ഫുഡ് കൊടുക്കും, മണിയടിക്കുന്ന തിയറി ഉണ്ടല്ലോ, ഗൂഗിളിൽ നോക്കിയാൽ അത് കിട്ടും. അപ്പോൾ ആ സ്കിന്നറുടെയിൽ ഒരു തിയറി ഉണ്ട്, ഈ കണ്ടീഷൻ റെസ്പോൺസ്. അത് നമ്മൾ പോസിറ്റീവ് റിവാർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ കൂടി വരുമെന്ന്. റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ കുറഞ്ഞു വരുന്നു കുട്ടികൾ. ഈ സാധനം കൃത്യമായി അവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ കുറച്ച് മുമ്പ് ആ തിയറിയാണ് ഞാൻ ഇതിൽ ബേസായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചുമ്മാ അങ്ങ് പറയല്ല, തിയറി വെച്ചിട്ടാണ് പറഞ്ഞത്, പറഞ്ഞില്ലെന്ന്. അപ്പോൾ ആ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് പ്രോപ്പർ എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയണം. ഇത് ഒരു കുട്ടിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ വലുതായ ഒരാൾക്ക് അയാളുടെ പല ക്യാരക്ടർ ഉണ്ടാവും. നാർസിസിക് എന്നുള്ളതല്ല, വേറെ പല കുഴപ്പങ്ങളുള്ളവരുണ്ട്. ഏത് കുഴപ്പമായാലും സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഈ തിയറി വെച്ചിട്ടാണ്. സ്കിന്നറുടെ തിയറി പ്ലസ് ഇവാൻ പാവ്ലോയുടെ തിയറി, ഈ 2 തിയറി വെച്ചിട്ടാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളെ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് കൊടുക്കും. കുട്ടിക്ക് കൊടുക്കുന്നത് അതേ കൂട്ടം നമ്മൾ വലുതായി, നമ്മളെ ആരും നന്നാക്കാനില്ല, നമ്മളിലാണ് എൻ്റെ കർമ്മഫലം. ആളുകൾ ഇപ്പോൾ ഞാൻ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് പോകും ചിലപ്പോൾ വരി വെച്ചിട്ട്. ഞാനും രക്ഷപ്പെട്ട് വന്നു, കാണാനേ പോകുന്നില്ല. പക്ഷേ അവൻ ചിലപ്പോൾ നമ്മളെ അഡ്രസ്സ് പോലും അറിയത്തില്ല, തിരിച്ചു വന്ന് അടിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന കുഴപ്പം ഇങ്ങനെ അടിക്കാമെന്നുള്ള ഒരു ലേണിങ് ഉപബോധം മനസ്സിൽ വരും. അതാണ് കർമ്മഫലം. നാളെ വീണ്ടും ഇതുപോലെ പ്രശ്നം വരുമ്പോൾ റോഡിൽ വെച്ചിട്ട് വണ്ടി ഉറങ്ങ് അടി കൊടുക്കും, അവൻ്റെ ഈ തോക കാണും, പിച്ചാത്ത ഇടാൻ ഒരു പള്ളാക്കി കയറ്റും. ഇതാണ് കർമ്മഫലം. അല്ലാതെ അവരിൽ നിന്ന് എന്നെ കർമ്മഫലം വരുത്തില്ല, വന്നോന്നില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരാൾ നന്നായില്ലെങ്കിൽ ആർക്കാ കുഴപ്പം?
ആ അപ്പം NBD മാത്രമല്ല ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ബാധ കയറുക എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബാധ കയറി NBD ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടുള്ള ബാധ കയറി NBD ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, സ്കിസോഫ്രീനിയ ആയിക്കോട്ടെ, ബൈപ്പോളാർ ഡിസോർഡർ ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഏത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, മൂഡ് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഏത് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എനിക്ക് മനസ്സിലായ എഫക്റ്റീവായിട്ടുള്ളത് ഈ ട്രൂത്ത്ഫുൾനെസ്, അക്സെപ്റ്റൻസ്, ഇതിലൂടെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും സ്കിന്നറുടെ തിയറിയും കൂടെ ചേർത്ത്, കണ്ടീഷൻഡ് റെസ്പോൺസ് അതെല്ലാം കൂടെ ചേർത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് സിമ്പിളായിട്ട് സോൾവ് ആക്കി എടുക്കാൻ പറ്റും. സിമ്പിളായിട്ടല്ല, കുറച്ച് എഫർട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ദേവത കൂട്ടത്തിൽ കാണും, വിളിക്കൊന്നും വേണ്ട. ട്രൂത്ത്ഫുൾനെസ്. ഇപ്പം ഞാൻ അമ്പലത്തിൽ ഞാൻ ചോറ്റാനിക്കര ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എൻ്റെ കൂടെ ദൈവം വന്നു, വിളിച്ചപ്പോൾ ഇറങ്ങി ഞാൻ വന്നപ്പോൾ തന്നെ കണക്ഷൻ കിട്ടി. രണ്ടാമത്തെ തവണ പോയപ്പോൾ അവിടെ പോയി താമസിരിക്കുന്നവരുണ്ട് എൻ്റെ കൂട്ടത്തിൽ വരണമെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ട്രൂത്ത്ഫുൾനെസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ സത്യമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദേവി എന്ന് പറയും നമ്മുടെ കൂടെ ഈ അട്രാക്ഷൻ അവിടെ വന്നിട്ട് തന്നെ വന്നതാണ്. ഞാൻ പറയണ മനസ്സിലാവുന്നു. തല കുത്തി കിടന്ന് വിളിച്ചിട്ട് വരാത്തവരുണ്ട്. ആൾക്കാർ ഇത് ഇങ്ങനെ പറയുമ്പോൾ അവർ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് അവർ ഞങ്ങളൊക്കെ ഇവിടെ തലകുത്തി കിടന്നിട്ട് വരുന്നില്ല. ഇത് കണ്ടിട്ട് ചില ആൾക്കാർ ഇതിനു വേണ്ടി പോയിട്ട് താമസിച്ചിരുന്നവരുണ്ട്. പൂജാരിമാരായിട്ടുള്ളവരും മന്ത്രവാദികളൊക്കെ അവിടെ പോയി ദേവിയെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ തല കുത്തി നിൽക്കുക. എവിടെ വരുന്നത്? അവിടെ ദേവി ജ്യോതിയും വന്നില്ല, ഒരു ബുദ്ധവും വന്നില്ല. എന്താ വരാത്തെ? സത്യമില്ല, ട്രൂത്ത്ഫുൾനെസ് ഇല്ല. ഞാൻ പറയണേ മനസ്സിലാവും. ട്രൂത്ത്ഫുൾനെസ് ഉള്ള ഒരു ദേവത വിളിക്കേണ്ട വന്നോളൂ. ചുമ്മാ നമ്മൾ എന്തെങ്കിലും ഒന്ന് ജപിച്ചാൽ അത് കഴിഞ്ഞ് വന്നോളൂ. ഇല്ലെങ്കിലും യാത്ര കടന്ന് വിളിക്കാനും വരത്തില്ല. ഇവരുടെ ഉള്ളിൽ ചില ആശയങ്ങളുണ്ട്. ഉപാസന തന്നെ ചില ആശയങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ അവർക്ക് കുറച്ചൊരു ബിസിനസ് ആറ്റിറ്റ്യൂഡുണ്ട്, കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ അവിടെ യഥാർത്ഥ സ്നേഹമുള്ളത്തെ ഈ ദേവത വരുന്നേ മനസ്സിലാവുന്നുണ്ട്. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ആദ്യം കാറും വീടും ഒക്കെ വേണ്ടിയിട്ട് ആ ദേവി ഉപാസിച്ചുകൊണ്ടിരുന്നത്. അത് ശരി. അപ്പം യഥാർത്ഥ ഉപാസന എന്താണെന്ന് എന്നോട് ചോദിച്ചു ഒരാൾ. അപ്പം കാറും വീടും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപാസിച്ചുകൊണ്ടിരുന്നത്. അതെ, ഇപ്പം അങ്ങനല്ല. എപ്പം എന്തിനാണ് ഉപാസിക്കുന്നത്? ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ദേവിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഉപാസിക്കുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്നേഹം. ഓക്കെ, ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ദേവിയോട് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആനന്ദം കിട്ടിയില്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുമോ? അത് എന്തോ ഒന്നിട്ട് ചോദിച്ച്. ഈ ആനന്ദത്തിനാണ് ഉപാസിക്കുന്നത്. ദേവി ഓർക്കുമ്പോൾ ആനന്ദം, കാറും വീടും ഒന്നും വേണ്ട. ആനന്ദം കിട്ടിയില്ലെങ്കിൽ ദേവി ഉപാസിക്കും. അതൊരു ഒന്നൊന്നര ക്വസ്റ്റ്യൻ ആണല്ലോ. അത് എന്തോ മറുപടി പറഞ്ഞു. ആനന്ദം കിട്ടിയില്ലെങ്കിൽ അല്ല, എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ പറയും ഞാൻ ഉപാസിക്കും. നിങ്ങളിത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രേണമില്ലാത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയാം. നേരത്തെ കാറും വീടുമായിരുന്നെങ്കിൽ ഇപ്പം ആനന്ദമായി. ആനന്ദം തരാനുള്ള ഒരു ഉപകരണമാണ് ദേവി. മൊബൈൽ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ എന്നൊക്കെ പറയുന്നു. ദേവി വർക്ക് ചെയ്യുന്നില്ല, അത് ഉപകരണമാണ്. അത് ഉപാസനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ദീക്ഷ എടുത്തിട്ട് സാറേ ഇത്രയും നാളായിട്ട് ജീവിക്കുന്നു, അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ലെന്നുള്ളൂ. അങ്ങോട്ട് എൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല കേട്ടോ. സാറല്ലേ പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാ, കാര്യങ്ങൾ നടക്കുന്നൊക്കെ. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അപ്പൊ പിന്നെ എങ്ങനെ ഉപാസിക്കണം? ബോധമില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഉപാസിക്കണം എന്ന ചോദ്യത്തിന്റെ ആവശ്യമില്ല അവിടെ. ഇത് ഞാനീ പറയുന്നത് മനസ്സിലാക്കുക. പുള്ളി കുറെ ആശയമുള്ളതുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ലെന്നേ. എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അത് ആരെ കുറ്റപ്പെടുത്തുന്നില്ല. ആ വ്യക്തിക്ക് ഇത് അത്രയും കള്ളത്തരം ഉള്ളതുകൊണ്ട് അടുത്ത ചോദ്യമാണ് ഇത്. അപ്പൊ പിന്നെ എങ്ങനെ എന്ത് ചെയ്യണം? ഒന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഉത്തരം വരും അവിടെ. ഇത് എൻ്റെ കുറ്റമല്ല. അപ്പൊ പിന്നെ എന്ത് എനിക്കറിയത്തില്ല, അറിയാൻ വയ്യാത്തോണ്ടല്ലേ, എൻ്റെ കുറ്റമാണ്. അപ്പൊ ഞാൻ കറക്റ്റ്. പിന്നെ ഈ ഞാൻ കറക്റ്റ് എന്നുള്ളതാണ്. ഞാനില്ലാതായാലും ദേവത വരത്തുള്ളൂ.
ഇത് ആ കട്ടിയിൽ, ആ ഡെൻസിറ്റിയിൽ ആ കള്ളത്തരം അവിടെ കിടക്കുകയാണ്. അവിടെ സമർപ്പണമില്ല. സീറോയിലാണ് ദേവത വരുന്നത്. ഈ സത്യസന്ധതയിലാണ് ദേവത വരുന്നത്. സത്യസന്ധത ഇന്നസെൻ്റാണ്. ഒരു കൊച്ചുകുട്ടിക്ക് കള്ളം എന്താണെന്ന് അറിയില്ല, ഒരു മൃഗത്തിന് അറിയില്ല. ഒരു കൊച്ചുകുട്ടിയോടുള്ള ഒരു ദൈവരാജ്യത്തേക്ക് കടക്കുമെന്ന് ഈ ക്രിസ്തു പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഈ കള്ളം എന്താണെന്ന് ഒരു കൊച്ചു കുഞ്ഞിന് അറിയില്ല. 5 സെൻസിലാണ് ധ്യാനം എന്ന് പറയുന്നത്. അതാണ് പ്രത്യേക ധ്യാനം. അപ്പം 5 സെൻസിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് കള്ളം എന്താണെന്ന് അറിയില്ല. അത്ര നിഷ്കളങ്കത അതൊരു മഹാഭാഗ്യമാണ്. അത്രയും നിഷ്കളങ്കമായിരിക്കാനും ജീവിക്കാനും പറ്റുന്നത്. പുറമേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടൽ കാണിക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അരി വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ അത്ര ഈശ്വരൻ്റെ ഉപാസനയിൽ അല്ലെങ്കിൽ സത്യത്തിൽ അത്ര നഗ്നമാണോ, അത്ര ശൂന്യമാണോ, അത്ര സത്യസന്ധതയുണ്ടോ, അത്ര ക്ലിയറാണോ, ആ ട്രൂത്ത്ഫുൾനെസ്സിലെ ഭയങ്കര സ്നേഹം സത്യത്തോടുണ്ടോ, സത്യമല്ലാത്തതൊന്നും കേൾക്കണ്ട. വേറെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാരണം ആൾക്കാർ കള്ളം പറഞ്ഞ ദേഷ്യം വരും അവരോടൊക്കെ. പക്ഷെ ഇതൊക്കെ കോമൺ കള്ളമല്ലോ. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ സത്യസത്യം ഉപാസിക്കുന്ന ആളായി മാറിയത് അവരറിഞ്ഞില്ലല്ലോ. നീ ഇത്രയും ഭയങ്കരനായ ഇവരെ ഞാൻ അറിഞ്ഞില്ല, ഇതാണ് ഭാര്യ വിചാരിക്കുന്നത്, അല്ലേ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയുന്ന അവർ കൊല്ലം പറഞ്ഞോട്ട് പറയണം, നമുക്ക് ദേഷ്യമൊന്നും വരാൻ പാടില്ല. അതൊക്കെ അവിടെ നിന്നോട്ട്, അതൊക്കെ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രൂത്ത്ഫുൾനെസ്സാണ് അതിനുള്ള ഒരു മാർഗം. ഈ ട്രൂത്ത്ഫുൾനെസ്സിൽ ആനന്ദം ഇങ്ങനെ ഉണ്ടാവും. ഈ സത്യസന്ധതയിൽ വേറെ ഒന്നും ചെയ്തില്ലേ പോലും ഫുൾ ആനന്ദമായിരിക്കും. ഞാൻ നിൽക്കുന്ന സത്യത്തിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ട്രൂത്ത്ഫുൾനെസ് കയറുന്തോറും ജ്ഞാനം കൂടി വരും. ഇതൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഓപ്പണായിട്ട് പറയുന്നില്ല എന്നുള്ളൂ. ഇപ്പം ആമസോൺ ഫോറസ്റ്റിൽ ഒരു മരത്തിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു കിളിയെ വളരെ പാടുപെട്ട് രക്ഷിച്ചുകൊണ്ട് വരുമ്പം ഫേസ്ബുക്കിൽ അടിപൊളി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ചിക്കൻ്റെ കാല് കടിച്ചു പറിച്ചു. ഇതൊരു ജീവിയല്ലേ, അതാണ് നിൽക്കണ്ടേ. ഇതൊക്കെ പറഞ്ഞ ആളുകൾക്ക് ദേഷ്യം വരും. അപ്പം സെലക്റ്റീവായിട്ട് അവിടെ ട്രൂത്ത്, നിങ്ങൾ ദൈവമാണ് കേട്ടോ, നിങ്ങളൊരു ഭയങ്കര മനുഷ്യനാണെന്ന് കമൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ട്രൂത്ത്ഫുൾനെസ് ഉപാസിക്കാതെ ബോധം വർദ്ധിക്കത്തില്ല. ബോധം വർദ്ധിക്കാതെ എനർജിയെ, പ്രാണനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പ്രാണനെ ഹാൻഡിൽ ചെയ്യാതെ അസുഖങ്ങൾ വരാതിരിക്കത്തില്ല. അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രൂത്ത്ഫുൾനെസ് വേണം. അതെങ്ങനെ? അതേ മനസ്സിലായില്ല എന്ന് പറയും. അത് മനസ്സിലാവാത്ത കള്ളമുള്ളതുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെയാണ് അതാണ് നിർമ്മലാനന്ദ സ്വാമി പറയുന്നത്. കൃതജ്ഞത ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ അസുഖം മാറത്തില്ല എന്ന് പറയും. അവിടെ വരുന്നവർക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കും നന്ദിയെക്കുറിച്ച്. ആര്? നിർമ്മലാനന്ദ സ്വാമി, ആയുർവേദത്തിൻ്റെ ആചാര്യൻ. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് കൊടുക്കാറുണ്ട്. സത്യസന്ധത വേണമെന്ന് പറയും. ഈ ട്രൂത്ത്ഫുൾനെസ് ആണ് എല്ലാ രഹസ്യങ്ങളും, പ്രപഞ്ച രഹസ്യം മുഴുവൻ ഇരിക്കുന്നു. ഈ ഭൂമി കറങ്ങുന്നു, ഋതുക്കൾ ഉണ്ടാകുന്നു, മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ തരുന്നു നമുക്ക്. ഇതെല്ലാം ട്രൂത്തിലല്ലേ നടക്കുന്നത്. ഒരേ ഒരു ജീവി ഒഴി മനസ്സിലാവുന്നു. അപ്പം ഇതിനകത്തിൽ ഭംഗം വരുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാകുന്നത്. എന്തൊക്കെ പ്രശ്നം ഒരാൾക്കുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ ട്രൂത്ത്ഫുൾനെസ് ഇല്ലാത്തതിന് ബാധ പിടിച്ചിട്ട് പ്രാണൻ വികലമായിട്ടുണ്ടാകുന്നു. ബാധ കളിക്കുന്നതെല്ലാം ട്രൂത്ത് ഇല്ലാത്തടത്താണ്. ട്രൂത്തുള്ളിടത്ത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവില്ല. പുറത്ത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി അതൊക്കെ തോന്നും. ആ ട്രൂത്ത് യഥാർത്ഥ ട്രൂത്താണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന ട്രൂത്തല്ല. ഞാൻ സത്യസന്ധനാന്ന് പറഞ്ഞിട്ട് ഒരാൾ ആശുപത്രിയിൽ ബൈക്ക് വെച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പോവാ, ഇയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാറായി ആശുപത്രി കൊണ്ടുപോവാ, അവിടെ നിന്ന് തീർച്ചയായിട്ടും പെറ്റടിച്ചാൽ വീട് പറയും ഞാൻ സത്യസന്ധനാ. പെറ്റിയൊക്കെ അടിച്ചു. അല്ല, അവന് ഇരുട്ടടി അടിച്ചു രാത്രി പോകുമ്പോൾ അവൻ അടി കൊടുക്കും. തന്തയത്ത് പോയി പിന്നെ പെറ്റിയടി കൊണ്ട് 5 മിനിറ്റ് അവിടെ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പറയാം ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നാണെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു. ആലോചിച്ചൊക്കെ 15 മിനിറ്റ് കഴിവിടാൻ വേണ്ടി എൻ്റെ പെറ്റടിച്ച് കളഞ്ഞിട്ടുണ്ട്. രാത്രിയായിട്ട് കാരണഫലം മതി. ഈ അടി കൊണ്ട് കിടക്കുമ്പം ഞാൻ സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് എൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. അപ്പം നിങ്ങളുടെ ആവശ്യമുള്ള അനാവശ്യമായിരിക്കും. അവിടെയൊക്കെ ഇവിടെ എല്ലാം ഈ ഗെയിമാണ് നടക്കുന്നത്. ട്രൂത്ത്ഫുൾനെസ് ഇല്ല. അപ്പം പിന്നെ ഇത് സംഭവിക്കില്ലേ? തീർച്ചയായിട്ടും സംഭവിക്കണം. അപ്പം അതുകൊണ്ട് ഒരു കുട്ടി ജീവിതത്തിൽ ഭയങ്കര വിജയമായിത്തീരുന്നത് ഈ നെഗറ്റീവിനെ ഫേസ് ചെയ്ത് ആദ്യം അവൻ നോക്കുന്നത് നാട്ടുകാരെ പേടിച്ചെന്നുള്ളതല്ല, അവരുടെ മാനസികാവസ്ഥ നോക്കിയിട്ട് ട്രൂത്ത് നോക്കിയിട്ട്
പിന്നീടാണ് അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ എൻജോയ്മെൻറ്റും ഒക്കെ അവൻ മനസ്സിലാലോചിക്കുന്നത്. ഇതാണ് സക്സസ്സിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോഴാണ് അവൻ കുത്തിയിരുന്ന് പഠിക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യാതെ, സാറിനെ ചാക്കിട്ട് മാർക്ക് കിട്ടാനൊന്നും പോവാതെ കുത്തിയിരുന്ന് പഠിക്കുന്നത്. അപ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കും. അവൻ എവിടെ കൊണ്ടിട്ടാലും വളരും. കാരണം അവൻ ജെനുവിനാണ്. അതിന് ആ ജെനുവിനിറ്റിക്കൊരു ഷൈനിങ് ഉണ്ട്. അവൻ 24 ക്യാരറ്റ് ഗോൾഡാണ്, അല്ലെ തനി തങ്കമാണ്. ഒട്ടും അതിനകത്ത് കളങ്കമില്ല. ജെനുവിനാണ്. ജെനുവിനിറ്റി അത്രയും സുഖമുള്ള അവസ്ഥ വേറെ ഇല്ല പ്രപഞ്ചത്തിൽ. അവരെ എല്ലാവരും വരും, എല്ലാം കിട്ടിക്കോളും. അവന് സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം കിട്ടിക്കോളും. ട്രൂത്ത് അവൻ്റെ ഉള്ളിൽ കറങ്ങല്ല, പ്രാണം കറക്റ്റമായിട്ട് കറങ്ങല്ല. അവൻ്റെ ഉള്ളിൽ സ്പ്ലിറ്റ് ഇല്ല. കള്ളം പറയുന്ന ഒരു മൈൻഡും റിയാലിറ്റി ഇങ്ങനെ സ്പ്ലിറ്റ് ഉള്ളപ്പോഴാണ് പ്രാണം വികലമാകുന്നത്. അവിടെയാണ് ബാധ കയറുന്നത്. സ്പ്ലിറ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്, ബാധ വരുന്നത് എപ്പോഴും സ്പ്ലിറ്റ് ആയിട്ടുള്ള ആളിലാണ്. ഒന്നായിട്ട് പ്രാണം ശരീരത്തിൽ ചംക്രമണം ചെയ്യുന്ന ഒരാളിൽ ബാധ കയറില്ല. ഈശ്വരൻ മാത്രമേ കയറത്തുള്ളൂ. ധർമ്മ അർത്ഥ കാമ മോക്ഷം ഉണ്ടാക്കി തരാൻ ഈശ്വരൻ പ്രവർത്തിക്കും പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട്. സ്പ്ലിറ്റായാൽ, കാരണം ട്രൂത്ത് ഒരു സൈഡിലും അതിന് ഓപ്പോസിറ്റ് മാനിപ്പുലേറ്റ്, സ്പ്ലിറ്റ് ആകുമ്പോൾ ശക്തി കുറയും. അപ്പോൾ വീക്കാകുമ്പോൾ ബാധ കയറും. പവർ എന്ന് പറഞ്ഞാൽ ട്രൂത്താണ്. സത്യമുള്ളവൻ മുഖത്ത് നോക്കി സംസാരിക്കും. അങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കണം പറയുമ്പോൾ അത് കള്ളം പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് അവനവനോട് പറയുക. അതൊരു കുട്ടിയെ സംബന്ധിച്ച് പേരൻറ്റിങ്ങിൻ്റെ, എഫക്റ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവന് നെഗറ്റീവുകളെ ഉൾക്കൊള്ളാനുള്ള കരുത്തുണ്ടാക്കി തരിക. നെഗറ്റീവ് അടിക്കുമ്പോൾ തന്നെ സ്വയം ന്യായീകരിക്കാനോ തൂങ്ങി മരിക്കാനോ കരയാനോ പോവാതെ അടി കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആ അടി എവിടെ നിന്നാണ് കിട്ടി, എന്തുകൊണ്ട് കിട്ടി, ആ പ്രശ്നം കറക്റ്റ് ചെയ്യുക. അപ്പോൾ പഠിക്കും. അങ്ങനെ അറിവുള്ളവനായി, ജെനുവിൻലി അറിവുള്ളവനായി മാറും. ഈ പിന്നെ ആദ്യം നോക്കുന്ന അടിയാണ്. എവിടെ നിന്നൊക്കെ അടി കിട്ടും. അത് ക്രൂക്കർനെസ് അല്ല, തിരിച്ചറിവിൻ്റെ ഭാഗം. എവിടെ നിന്നൊക്കെ പരാജയം എനിക്കുണ്ടാകാം. അത് ഈഗോ ഇല്ലായ്മ ഉണ്ടാകും. ഈഗോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ശരിയെന്ന് പറഞ്ഞ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ആരും പരിഗണിക്കുന്നില്ലല്ലോ. പിന്നെ അതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക. അതൊക്കെ മറ്റേ അങ്ങനെയല്ല. കറക്റ്റ് നടക്കുന്ന കൂട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കൃത്യമായി ചെയ്യുമ്പോൾ സക്സസ് ഉണ്ടാവും. കാരണം പ്രപഞ്ചത്തിൻ്റെ ഒരു കർഷകൻ 5 പേര് ചേർന്ന് വിത്തിറക്കി. മഴ പെയ്ത് ഇവരുടെ കൃഷിയെല്ലാം പോയി. 4 പേര് പറഞ്ഞു മഴയെ തെറി പറഞ്ഞു. ഒരുത്തൻ എപ്പോഴാണ് മഴ വരുന്നതെന്ന് നോക്കി മഴ പെയ്യാത്തപ്പോൾ കൃത്യസമയത്ത് വിത്തിറക്കി. അവൻ വിജയിച്ചു. മറ്റവരെന്ത് പറഞ്ഞു? മഴ ശരിയല്ല. ഈ NPD പറഞ്ഞു മഴ ശരിയല്ലെന്ന്. മറ്റവനതല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടിയെ ഈ മഴ തെറി പറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ആരാ? അപ്പോൾ അതുകൊണ്ട് ഓവറാവാതെ കുട്ടിക്ക് ഇത് പഠിക്കണം. ഇത് ഇങ്ങനെ പറയണം. അപ്പോൾ റിസപ്റ്റ് കറക്റ്റാ. അച്ഛൻ അല്ലെ അമ്മ സമയത്തിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റാ. കള്ളം പറയുന്ന കാര്യത്തിൽ സ്ട്രിക്റ്റാ. പുറത്ത് വന്നിരിക്കുന്ന ഒരാളോട് മാന്യമല്ലാതെ ഒരു കുട്ടി പെരുമാറുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ അമ്മയുടെയും കുഴപ്പമാണ്. പറയും മനസ്സിലാവുന്നുണ്ട്? അപ്പം ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് തെറി പറയുന്ന ഒരു കുട്ടി ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു അടി കൊടുക്കണം. ഇത് പറഞ്ഞാൽ പറയും നിനക്ക് വട്ടാണ്. ആളുകളുടെ സഭയെ വെച്ചിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് എന്ത് ട്രോമ ഉണ്ടാവും, അവൻ്റെ പെരുമാറ്റുന്ന വ്യക്തിത്വത്തെ തന്നെ ബാധിക്കില്ലേ? ഇതൊക്കെയായിരിക്കും പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആളുകളുടെ മുന്നിൽ വെച്ച് പറയുന്ന വൃത്തികേടിന്, തോന്നിയവാസത്തിന് അവിടെ വെച്ച് തന്നെ ശിക്ഷിക്കണം. അപ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് വിചാരിക്കുന്നുള്ള ഭയം, നമ്മൾ ഇമോഷണലാണ്. നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റി ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ സ്പിരിച്വലാണ്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആളുകളുടെ മുന്നിൽ വെച്ച് രാമൻ വൃത്തികേട് പറഞ്ഞപ്പോൾ ഒരടി കൊടുക്കും. അടി കൊടുത്തത് എന്തിനാ? അറിഞ്ഞുകൊണ്ടല്ല, അതായത് ഇമോഷണലായിട്ടല്ലത്. പക്ഷെ കാണുന്ന ആൾ വിചാരിച്ച് ഇമോഷണലാണ്. നിങ്ങൾ ഇത്രയൊക്കെ സ്പിരിച്വാലിറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. ആളുകളുടെ മുന്നിൽ വെച്ചൊരു സഭയെ വെച്ചിട്ട് ഈ കൊച്ചിനെ അടിക്കാൻ ഇത്ര ഇമോഷണലായി നിങ്ങൾ മാറി അല്ല. ഇനി ഞാൻ ഇമോഷൻ വന്നിട്ട് അടിച്ചതല്ല എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ന്യായീകരിക്കാനേ പറയത്തുള്ളൂ. നിങ്ങളുടെ കഴിവ് കുറവിനെ നിങ്ങൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ന്യായീകരിക്കുന്നതാണെന്ന് പറയും. അപ്പോൾ അവനോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരിയാണ്, ഞാൻ മനുഷ്യനാണല്ലോ. അപ്പം നിങ്ങൾ ഇത്രയൊക്കെ സ്പിരിച്വലാണ്. സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, ഞാൻ സ്പിരിച്വലാണെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോ? ഇല്ല. എനിക്ക് ഭാര്യയുണ്ട്, എൻ്റെ കോച്ചിന് 5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ സെക്സ് ചെയ്യാറായ കൊച്ചുണ്ടാവത്തില്ലല്ലോ.
അപ്പം ഞാൻ സ്പിരിച്വലാണ് അല്ല, അതല്ല പറഞ്ഞ് അവരോട് വർത്താനം. അപ്പം ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. അവനോട് വർത്താനം പറഞ്ഞ കാര്യമുള്ളൂ? ഇല്ല, ഞാൻ സ്പിരിച്വലാണെന്ന് എങ്ങും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. അതേ എന്നോട് മറുപടി. അതുകൊണ്ട് ഞാൻ കാവ്യം എടുത്തിട്ടില്ലല്ലോ. അത് ശരിയാണ്, മനസ്സിലാവുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ മോശക്കാരനായിക്കോട്ടെ, പക്ഷെ എൻ്റെ കൊച്ചു നന്നായി വരണം എനിക്ക് പ്രാധാന്യം. അപ്പോൾ കൊച്ചു പിന്നെ അത് ആ സഭയെ വെച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റേ ചീത്ത പറയും, സ്കൂളിലൊക്കെ പോയിട്ട് ഈ റീൽസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും വൃത്തിയോട് പറയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, മാന്യമായിട്ട് സംസാരിക്കണം. അത് ഒരു പ്രാവശ്യം താക്കീത് ചെയ്യും, 2 പ്രാവശ്യം പറഞ്ഞു, 3ാമത്തെ തവണയാണ് ഈ അടിക്കുന്നത്. ഈ വരണവും കഴിഞ്ഞ് കാണുന്നില്ല, അവൻ ആദ്യമായിട്ടാണെന്ന് അവൻ്റെ വിചാരം. മനസ്സിലാവുന്നുണ്ടോ? വാണിംഗ് ഒക്കെ കൊടുത്ത് ഇനി ഇങ്ങനെ പറഞ്ഞാൽ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അടിക്കത്തുള്ളൂ. അല്ലാതെ ഇമോഷണലായിട്ട് അടിക്കത്തേ ഇല്ല. ഇമോഷണലായിട്ട് അടിക്കുമ്പോൾ കൂടിപ്പോവും. അപ്പോഴാണ് ട്രോമയാവുന്ന കൊച്ചു ഹിറ്റ്ലറായിട്ട് മാറുന്നത്. അത് വെച്ച് പേടിച്ച ആൾക്കാർ പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യണം. പക്ഷേ എല്ലാം ആരളവിൽ സെൻറ്ററിൽ കൂടെ പോയാൽ വലിയ കുഴപ്പമില്ല. കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എപ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മളെ പ്രപഞ്ചം പണിഷ് ചെയ്യുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്യാതെ പണിഷ് ചെയ്യുന്നോട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവണം. പിന്നെ അത് പഠിക്കും. അതാണ് ഉണ്ടായി വരേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്പാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു NPD ട്രേഡ്സ് ഉണ്ടെങ്കിൽ ആദ്യം ബാധ ഒഴിപ്പിക്കണം. ബാധ കൊണ്ടായിരിക്കും അത് വരുന്നത്. ബാധ ഒഴിപ്പിച്ചിട്ടും മാറുന്നില്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അല്ലേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പോരെ. മനസ്സിലായോ? അതിനകത്ത് നാണക്കേടൊന്നുമില്ല. ബാധ പിടിക്കുന്നത് തെറ്റല്ല. അല്ലേ ഓരോ ട്രേഡ്സ് ഉണ്ടാവുന്നു, വേറെ ആൾക്ക് വേറെ ഓരോ പ്രശ്നങ്ങളാണ്. ചില കാലില്ലാത്തവർ ഇരിക്കുന്നുണ്ട്, കൈയില്ലാതെ ഇരിക്കുന്നത് അവരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്. പക്ഷെ ഇത് വരുമ്പോൾ പറയും അവന് അഹങ്കാരം, അവനൊരു അട്ടി കൊടുത്താൽ അവനെ അറിയാം എന്ന് പറയാതെ. അങ്ങനെയല്ല, മനസ്സിലാവുന്നു? ഒരു രോഗം വരുന്ന കൂട്ടാണ്. അപ്പം നമ്മളത് ഏറ്റവും മഹാഭാഗ്യം എന്താ പറയുക, എൻ്റെ കുഴപ്പങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു. എനിക്കിങ്ങനൊരു കുഴപ്പമുണ്ട് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാകുക എന്നുള്ളതാണ് മഹാഭാഗ്യം വേണ്ടത്. അതിനൊരു ഹൃദയവിശാലത ഉണ്ടെങ്കിൽ അത് മനസ്സിലാവത്തുള്ളൂ. ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ആളും മനസ്സിലാവത്തില്ല. അങ്ങനെ മനസ്സിലാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, കാരണം അത് പരിഹരിക്കാൻ പറ്റും. ഇത് എപ്പോൾ തിരിച്ചറിഞ്ഞോ അപ്പോൾ പരിഹരിക്കും. സൈക്കോളജിക്കൽ ഇഷ്യൂസ് എല്ലാം അങ്ങനെ ഉപബോധം മനസ്സിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. ഒരു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ടായിരുന്നു ഒരു കാർട്ടൂൺ ഇനാഗുറേഷൻ. ഒരു മന്ത്രി അയാൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറയും, ഇങ്ങനെ കാണിക്കും. അത് എന്തെങ്കിലും അയാൾക്ക് സംസാരം വരത്തുള്ളൂ. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഇത് വൃത്തികളായതുകൊണ്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ ചില ടെക്നിക്കൊക്കെ പറഞ്ഞപ്പോൾ ഏത് സംസാരിക്കാൻ പറ്റുന്നില്ല. അരി വായിക്കണമെങ്കിൽ സംസാരിക്കണം. എന്നാൽ വൃത്തിയുടെ അവിടെ ഇരുന്നാത്ത പിന്നെ പുള്ളി സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ. അപ്പോൾ പിന്നെ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ നല്ലതായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ഈ കാർട്ടൂൺ ഇനാഗുറേഷൻ വന്നപ്പോൾ മന്ത്രിയുടെയൊക്കെ പറഞ്ഞൊരു പടം വരയ്ക്കാൻ നടന്ന സംഭവം മന്ത്രി വരച്ചു. ഒരു ആനയുണ്ട് വരച്ചു, അയാൾക്ക് അറിയാവുന്നുണ്ട്. കാർട്ടൂണിസ്റ്റ് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ എൻ്റെ ഒരു കാരിക്കാച്ചർ വരയ്ക്കാൻ പറഞ്ഞു. ഇയാൾ സൂക്ഷിച്ച് ഈ സാംസ്കാരികമുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുക. അത് സംസാരം എങ്ങനെ ഇരിക്കുന്ന സാധനം അല്ലെ കാണുന്നൊക്കെ വക്രീകരിച്ച് വരച്ച്. എങ്ങനെയുണ്ട്? പിന്നെ ഒരിക്കലും ആ കൈ അങ്ങോട്ട് പോയിട്ടില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല, ഒരു സൈക്കോതെറാപ്പി എടുത്തിട്ടില്ല, ഒരു കൗൺസിലിംഗ് എടുത്തിട്ടില്ല. എന്താ കാര്യം? ഉപബോധ മനസ്സിത് ഷോക്കായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്ന് പിന്നെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ഒരാളുടെ ഉപബോധ മനസ്സ് അയാൾക്ക് സ്വയം ബോധ്യപ്പെടുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്, അല്ലെങ്കിൽ സ്വയം ബോധ്യപ്പെടുത്താൻ പറ്റുന്നത്. ചിലപ്പോൾ ഒബ്സർവേഷനിലൂടെ 2-3 തവണ ഒബ്സർവ് ചെയ്യുമ്പോഴായിരിക്കും ഇത് മനസ്സിലായി വരുന്നത്. എങ്ങനെയെങ്കിലും ഇത് ഒബ്സർവ് ചെയ്ത് ഇത് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ പിന്നെ അത് ആവർത്തിക്കില്ല. ആ പ്രശ്നം മാറി. അത് മാറ്റാനാണ് ഈ സ്കിന്നറുടെ തിയറിയും അതും ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പേരൻറ്റിങ്ങിൽ. ഇത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത കുട്ടികൾ അടിപൊളിയായിട്ട് വളരും. നല്ല മിടുക്കന്മാരായിട്ട് അവർ ആദ്യം സമൂഹത്തെ നോക്കും, ആളുകളുടെ വിഷമമാവുന്നുണ്ടോ എന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്കും കൂടെ കൊടുത്തിട്ട് കഴിക്കാൻ പഠിക്കും.